ഡിബേറ്റിലേക്ക് സ്വാഗതം. ശബരിമലയിൽ കഴിഞ്ഞ മണ്ഡലകാലത്ത് മനഃപൂർവ്വം പ്രശ്നമുണ്ടാക്കാൻ ശ്രമം നടന്നെന്ന ഗുരുതര ആരോപണവുമായി ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. ശബരിമലയിൽ ആകെ കുഴപ്പമാണെന്ന രീതിയിൽ വ്യാജ പ്രചാരണം നടന്നു. വെള്ളവും വാഹനവുമില്ലെന്ന് പറഞ്ഞ് സമരം നടത്തിയവർ മുഖ്യമന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. മാലയൂരി അയ്യപ്പന്മാർ മടങ്ങിയത് തെളിവ് സഹിതം പുറത്തു വന്നിട്ടും മന്ത്രി എന്താണ് ഇതൊന്നും അറിയാത്തത്? മാലയൂരിയും തേങ്ങയടിച്ചും മടങ്ങിയവർ കപടഭക്തരാണെന്ന മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിയമസഭാ പരാമർശം വിവാദമാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. അയ്യപ്പന്മാരെ അറിയാത്ത മന്ത്രിയോ? പ്രൈം ഡിബേറ്റിൽ CPM നേതാവ് ശ്രീ കെ അനിൽകുമാർ, ഹിന്ദു ഐക്യവേദി നേതാവ് ശ്രീ RV ബാബു, സാമൂഹ്യ നിരീക്ഷകൻ ശ്രീ രാഹുൽ ഈശ്വർ, കോൺഗ്രസ് വക്താവ് ശ്രീ അനിൽ ബോസ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ കെ അനിൽകുമാർ, ഇന്ന് നിയമസഭയിൽ കോൺഗ്രസ് MLA-മാരാണ് മന്ത്രി കെ രാധാകൃഷ്ണനോട് ഈ ചോദ്യങ്ങൾ ചോദിച്ചത്. അത് ഈ മണ്ഡലകാലത്ത്, കഴിഞ്ഞ മണ്ഡലകാലത്തായിരുന്നു കൂടുതൽ പ്രശ്നം. മകരവിളക്ക് സമയമായപ്പോൾ അത്ര പ്രശ്നം ഉണ്ടായില്ല. വലിയ തിരക്കായിരുന്നു നിലയ്ക്കലിൽ, അത് കണ്ടതാണ്. അയ്യപ്പ ഭക്തർ പന്തളം കൊട്ടാരത്തിൽ അവിടെ എത്തി, പന്തളം ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു. അത് പന്തളം കൊട്ടാരം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു പരാമർശം മന്ത്രി നടത്തിയത്? ഒന്നോ രണ്ടോ ആളുകൾ മടങ്ങിപ്പോയി അവർക്കുണ്ടായ പ്രശ്നം പൊതുവായ ഒരു പ്രശ്നമാക്കി അവതരിപ്പിച്ച് ശബരിമലയിൽ എന്തോ കുഴപ്പമുണ്ടാക്കുന്നു എന്ന് വരുത്തി തീർക്കുകയായിരുന്നുവെന്ന്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞു, അവിടെ മാല ഊരി തേങ്ങ ഉടച്ച് മടങ്ങുന്നൊരാചാരമുണ്ടെന്ന്. അപ്പോൾ അതൊരു ആചാരമാണ്. പിന്നെ ആർക്കാ പരാതി ഉണ്ടാകേണ്ടത്? അയ്യപ്പന്മാർക്ക് ശബരിമലയ്ക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ മുമ്പ് കാലം തൊട്ട് തന്നെ പോകാൻ പറ്റാത്തവർ മാല ഊരുക, അത് തേങ്ങ ഉടച്ച് മാല ഊരുക, അങ്ങനെ ആചാരം ഉണ്ടെന്നാണ് പറഞ്ഞത്. ആചാരമുണ്ട്, പിന്നെ അതും ആചാരത്തിൻ്റെ ഭാഗമായിട്ടില്ല. അതിന് പരാതിപ്പെടുന്ന കാര്യം എന്തിനാ? അത് നല്ല കാര്യമല്ലേ? ഇപ്പോൾ ഈ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഞാൻ കേട്ടതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ പ്ലേ ചെയ്ത് നോക്കി. അല്ല, അങ്ങനെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത്, ഞാനും കേട്ടതാണ്. അങ്ങനെ ഒരു ആചാരമുണ്ട്. ആ ആചാരം നടത്തിയവർ വളരെ മാനസിക സമ്മർദ്ദത്തിന്, മാനസികമായ വിഷമം ഉണ്ടായിരുന്നു അവർക്ക്. അയ്യപ്പ ദർശനം സാധിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നതിൽ അങ്ങനെയും അദ്ദേഹം പറഞ്ഞു. എൻ്റെ ചോദ്യം അതെ, എൻ്റെ ചോദ്യം, അങ്ങനെ ആചാരം ഉണ്ടോ? അങ്ങനെ ആചാരമുണ്ട്, പിന്നെ എന്തിനാ പരാതിപ്പെടുന്നത്? അതൊരു ആചാരമാണല്ലോ, അതൊക്കെ പാലിച്ചെന്ന് പറഞ്ഞാൽ പറ്റും, അവർക്ക് മോക്ഷം കിട്ടുമല്ലോ. നിങ്ങൾ ഒരു കാര്യത്തെ വക്രീകരിക്കാൻ വേണ്ടി എന്ത് കള്ളവും പറയാം അല്ലേ, എന്ത് നുണയും പറയാം അല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, ഈ പോയ ആളുകളാരാ? അവരെ നിങ്ങൾക്ക് ഹാജരാക്കാവോ? ഈ അവിടെ ദർശനം കിട്ടാൻ പറ്റാതെ പോയ ആളുകളാരാ? അവരുടെ പേര് വിവരമുണ്ടോ? അവരെ നിങ്ങൾക്കൊന്ന് ഹാജരാക്കാവോ? പിന്നെ അവിടെ തിരക്ക് വന്നാൽ കുഴഞ്ഞ് വീണ ഉടനെ ആശുപത്രിയിലേക്കാണോ കൊണ്ടുപോകുക, അതോ അവർ മാല ഊരാൻ പോവുകയാണോ? മാല ഊരിനെ എവിടെ പോയി ഊരേണ്ടത്? പന്തളത്തൊന്ന് ഊരിയോ? ശബരിമലയിൽ കുഴഞ്ഞു വീണ ഒരു പന്തളത്ത് വന്ന് മാല ഊരിയോ? എന്താ ഈ സുരേന്ദ്രൻ പറയണത്? സുരേന്ദ്രൻ മന്ത്രി അയാളെന്ന് വിളിച്ചു, ഞാൻ അദ്ദേഹത്തെ അങ്ങനൊന്നും വിളിക്കുന്നില്ല കേട്ടോ. പക്ഷെ എന്താ ഈ സുരേന്ദ്രൻ പറയുന്നത്? വെളിവുള്ള കാര്യമാണോ പറയണത്? കുഴഞ്ഞു വീണ ആളുകൾ മാല ഊരി ഇറങ്ങി, കുഴഞ്ഞു വീണ ആളെ ആശുപത്രി കൊണ്ടുപോകും. അങ്ങനെ നടന്ന സംഭവങ്ങളിലേക്ക് നോക്കുകയാണ് അന്ന് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതാണ്. അന്നും ഈ വിഷയം ചർച്ച ചെയ്തതാണ്. നിലയ്ക്കലിലേക്ക് എത്തിപ്പെടാൻ പോലും പറ്റാതെ തിരികെ പോകേണ്ടി വന്ന അയ്യപ്പന്മാർ കേരളത്തിൽ നിന്നുള്ളവരെക്കാൾ അല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മടങ്ങിപ്പോയി. ആരാന്ന് പറയൂ മഞ്ജുഷേ? അല്ല, അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ഓരോരുത്തർ ഇന്ന ആളാണ്, അവരുടെ പേര് വിവരമൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? അന്ന് ദൃശ്യങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്, പന്തളം കൊട്ടാരവും സ്ഥിരീകരിച്ചിട്ടുണ്ട് അവിടെ വന്ന് മാലയൂരി മടങ്ങിയെന്ന്. ഈ ആചാരത്തിന്റെ കാര്യം എനിക്കറിയില്ല. ഇനി അവർ ശബരിമല ദർശനം നടത്താതെ ഒരാചാരം എന്ന രീതിയിൽ പന്തള ക്ഷേത്രത്തിൽ വന്ന് മാലയൂരി മടങ്ങിയതാണോ എന്ന് എനിക്കറിയാവുന്ന കാര്യം എന്ന് പറയുന്നത്, ശബരിമലയിലേക്ക് പോകാൻ സാധിച്ചില്ല, അതുകൊണ്ട് നിലയ്ക്കലിൽ നിന്ന് തന്നെ മടങ്ങി അവർ പന്തളം ക്ഷേത്രത്തിലെത്തി മാലയൂരി മടങ്ങുകയായിരുന്നു ദർശനം സാധ്യമാകാത്തതിനാൽ. അവരെ കുറിച്ചാണ് ഇന്ന് മന്ത്രി പറഞ്ഞത് കപടഭക്തരാണ് അങ്ങനെ മടങ്ങിയത് എന്ന്. ആർക്കും ദർശനം കിട്ടാതെ പോയിട്ടില്ല. അവിടെയാണ്. അപ്പോൾ ഈ ചർച്ചയിൽ ഞാൻ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്, നിങ്ങളങ്ങനെ മടങ്ങി ആരെങ്കിലും ഒന്ന് ഹാജരാക്കുക. നിങ്ങൾ പറയുന്ന ദൃശ്യങ്ങളുള്ളവരാണ്, നമുക്ക് നോക്കാം, ഒത്തുനോക്കാം. അവരെന്താ പേര് വെളിപ്പെടുത്താതെ പോയത്?
ഞങ്ങൾക്ക് ശബരിമല പോകാൻ പറ്റിയില്ല, ഞങ്ങളിതാ മടങ്ങിയിരിക്കുന്നു. ആരും വെളിപ്പെടുത്തിയിട്ടില്ല. ഇത് മനസ്സിലാക്കേണ്ടത്, ഈ വർഷം ശബരിമലയിൽ സാധാരണയുള്ളതിനേക്കാൾ ആളുകൾ കൂടിയോ ദർശനത്തിന് ആളുകൾ കൂടിയോ ഇല്ലയോ? അതാണ് ഒന്നാമത്തെ ചോദ്യം. ദർശനത്തിന് ആളുകൾ കൂടി എന്നുള്ളതല്ല ഉത്തരം. ദർശനത്തിന് ആളുകൾ കൂടി. അപ്പോൾ ആളുകൾ വർദ്ധിക്കുന്നതിൽ സന്തോഷിക്കട്ടെ. അങ്ങനെ ആളുകൾ വർദ്ധിച്ചു വന്നാൽ കഴിഞ്ഞ തവണ വന്ന അത്രയും വേഗത്തിൽ ദർശനം നടത്തി മടങ്ങാനാവില്ല. അതെല്ലാവർക്കും അറിയാവുന്ന സയൻസാണ്. ഒരു സ്ഥലത്ത് 100 പേര് വരുന്നു, ഇത്തവണ 120 പേര് വന്നാൽ 100 പേര് വന്നു പോയപ്പോൾ ഉണ്ടായ വേഗത്തിൽ 120 പേര് വന്നു പോകില്ല. അപ്പോൾ എന്താണ്? താമസിക്കുന്നതിന് ഉത്തരവാദിത്വം എന്താണ്? ആളുകൾ വർദ്ധിച്ചു എന്നുള്ളതാണ്. അത് ശബരിമലയ്ക്ക് നല്ലതാണ് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അല്ല, ഇനി ശബരിമല വലിയ തിരക്കാണ്, ആരും ശബരിമലയിലേക്ക് വരണ്ട എന്ന് മൈക്ക് വെച്ച് പറയുന്ന തെറ്റായ കാര്യമാണ്. ആളുകൾ പരമാവധി വരട്ടെ. രണ്ടാമത്, കുറേയേറെ ആളുകൾ മടങ്ങിയവർ കപടഭക്തരാണല്ലേ, അതിൽ മാറ്റമില്ല. കപടഭക്തർ മാത്രമേ മടങ്ങിയിട്ടുള്ളൂ. അല്ലാത്തവർ ഈ തിരക്കുണ്ടെങ്കിലും അവിടെ ദർശനം നടത്തുന്നത് വരെ കാത്തുനിന്ന് മടങ്ങുകയായിരുന്നു. അല്ല, അവിടെ ഞാൻ പറയുന്ന ഒരു വാദം, ഒന്നാമത്തെ വാദം ഞാൻ പറയുകയാണ്. കഴിഞ്ഞ തവണ 100 പേര് വന്ന സ്ഥലത്ത് ഇത്തവണ 120 പേര് വന്നോ ഇല്ലയോ? വന്നവരുടെ എണ്ണം കൂടിയോ? ദർശനം കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവസാനം കണക്ക് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നവരെക്കാൾ ഈ വർഷം ദർശനത്തിന് ആളുകൾ കൂടി. ആളുകൾ കൂടിയെന്ന് പറഞ്ഞാൽ ഇത്തവണ ദർശനം നടത്തിയ എല്ലാവർക്കും അല്പം കൂടെ കാത്തിരിക്കേണ്ടി വരും. അടുത്ത കൊല്ലം അതിനൊക്കെ കാത്തിരിക്കണം. കാരണം എന്താണ്? കുറെ കൂടെ ആൾ വന്നാൽ, ആൾ കുറഞ്ഞാൽ കുഴപ്പമില്ല. ഓരോ ഭക്തൻ്റെ ആഗ്രഹം ഭഗവാൻ അയ്യപ്പൻ്റെ അടുത്ത് പരമാവധി ഒരു പോകണമെന്നല്ലേ ഓരോ ഭക്തനും പ്രാർത്ഥിക്കുന്നത്. ശബരിമല പരമാവധി ആൾ വരണം എന്നല്ലേ നല്ല ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ആൾ വരട്ടെ. അടുത്ത കൊല്ലം അതിനേക്കാൾ ആൾ വരട്ടെ. ആൾ വന്നാലും എത്ര കട്ട സഹിച്ചാലും ഞങ്ങൾ അങ്ങനെ പോയി അവിടെ പോയി ഇത് ചെയ്യും എന്നല്ലേ ഓരോ ഭക്തൻ്റെയും വ്രതം. എന്താ വ്രതം? കല്ലും മുള്ളും കാലിക്കുമത്തെ. ഇന്നലെ ടാർ റോഡ്. അങ്ങനെയാണ് ഒരു ഒരുക്കേണ്ട കാര്യമില്ല ശ്രീ കെ അനിൽകുമാർ. അല്ലല്ലോ, അയ്യപ്പന്മാർക്ക് സുഗമമായി സൗകര്യവും ഒരുക്കിയിട്ടുണ്ടെന്ന് ദേവസ്വം ബോർഡും പറയേണ്ട ആവശ്യമില്ല. അവർ കഷ്ടപ്പെട്ട് വന്ന് പൊയ്ക്കോട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് വരണമെന്ന് പറഞ്ഞില്ല. അവിടെ വരുന്ന അയ്യപ്പൻ്റെ മാനസികാവസ്ഥ ഇപ്പോൾ BJP-ക്കാരും RSS-കാരും പ്രചരിപ്പിക്കുന്ന മാനസികാവസ്ഥയല്ല, അല്ല നിയമസഭയിൽ UDF-കാർ പറയുന്ന മാനസികാവസ്ഥയല്ല. അവിടെ വരുന്ന ഒരു അയ്യപ്പനെ കാണാൻ വരുന്നത്, രാഷ്ട്രീയം കളിക്കാനല്ല വരുന്നത്. രാഷ്ട്രീയം കളിക്കാൻ കുറേ പേരവിടെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്ന ആളാണ് ഒരു കറുത്ത ഷർട്ടിട്ട് ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ച വിദ്വാൻ, ഇവിടെ കേട്ട വിദ്വാൻ. ഞാൻ ചോദിക്കുന്ന ചോദ്യം, അവിടെ ദർശനത്തിന് ആളുകൾ കൂടിയെന്ന് പറഞ്ഞാൽ അത് സ്വാഭാവികമായും തിരക്കുണ്ടാക്കും. അപ്പം പിന്നെ അടുത്ത ചോദ്യം എന്താണ്? തിരക്ക് നിയന്ത്രിക്കണം. തിരക്ക് നിയന്ത്രിക്കണം എന്ത് വേണം? വെർച്വൽ ക്യൂ ഉണ്ടാക്കണം. വെർച്വൽ ക്യൂവിൽ ഒരു ദിവസം എത്ര പേരെ അവിടെ കയറ്റാം? 80,000 പേരെയാണ് ഹൈക്കോടതി പറഞ്ഞത്. സർക്കാർ അതനുസരിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ നടന്നത്. ദേവസ്വം മന്ത്രിക്ക് മാത്രം തീരുമാനിക്കാനാവില്ല. പിന്നെന്തിനാണ് മകരവിളക്കിൻ്റെ തലേദിവസം 40,000 ആക്കിയത്? മകരവിളക്ക് പ്രമാണിച്ച് അവിടെ വന്നവർ ഇറങ്ങിപ്പോകത്തില്ല, മറ്റു ദിവസങ്ങളിൽ വന്നവർ ഇറങ്ങിപ്പോകും. അപ്പം മകരവിളക്ക് തൊഴുതിറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അവിടെ വന്ന് തമ്പടിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യും? അവരെ ഇറക്കി വിടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വരുന്ന ആളുകളെ നിയന്ത്രിച്ചില്ലെങ്കിൽ അവിടെ ആളുകൾ കൂടി വന്ന സ്റ്റാമ്പീഡാക്കും, ആളുകൾ കൊല്ലപ്പെടും. ഒരു ചെറു സംഭവം പോലും ഇല്ലാതെ ആളുകളെ രക്ഷിച്ചെടുക്കാനും നിയന്ത്രിക്കാനും വിജയകരമായി സർക്കാരിന് കഴിഞ്ഞു എന്നല്ലേ യാഥാർത്ഥ്യം. ശരി ശരി ശ്രീ കെ അനിൽകുമാർ. ഇപ്പോൾ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് ശ്രീ RV ബാബു കൂടി ചേരുകയാണ്. ശ്രീ RV ബാബു, ശ്രീ കെ അനിൽകുമാറിന്റെ ആദ്യ ചോദ്യം, ആളുകൾ കൂടിയതാണോ? ആളുകൾ അങ്ങോട്ട് വരേണ്ട, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ അങ്ങോട്ട് വരേണ്ട, ശബരിമലയിലേക്ക് വരേണ്ട കൂടുതലായി എന്നതുകൊണ്ടാണോ ഇങ്ങനെയുള്ള എതിർപ്പുകൾ വരുന്നത്? പിന്നെ പന്തളം ക്ഷേത്രത്തിൽ പോയി മാലയൂരുന്നത് ഒരാചാരമാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് പരാതിപ്പെടുന്നത്? പിന്നെ മാല ഇങ്ങനെ ഊരി ദർശനം കിട്ടാതെ മടങ്ങി ആരെയെങ്കിലും കാണിച്ചു കൊടുക്കാൻ കഴിയുമോ? ഇതൊക്കെയാണ് ശ്രീ കെ അനിൽകുമാറിന്റെ ചോദ്യങ്ങൾ. മഞ്ജുഷേ, ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ ദേവസ്വം വകുപ്പ് മന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ അയ്യപ്പ ഭക്തന്മാരെ നിവൃത്തികേട് കൊണ്ട്, ഒരു നിർവാഹവുമില്ലാത്തതുകൊണ്ട് ദിവസങ്ങളോളം, മാസങ്ങളോളം, അല്ലെങ്കിൽ ആഴ്ചകളോളം നോമ്പ് നോറ്റ് കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ വന്ന അയ്യപ്പന്മാർ ഇവിടെ കാത്തുകെട്ടിക്കിടന്ന് 20 മണിക്കൂർ 30 മണിക്കൂറൊക്കെ ക്യൂവിൽ നിന്ന് അവസാനം അവർക്ക് തിരിച്ചു പോകാനുള്ള ആ ഒരു സൗകര്യം പോലും കിട്ടാതെ വരും എന്ന് കണ്ടപ്പോൾ
ആ അയ്യപ്പന്മാര് പന്തളത്ത് അവരുടെ ആ അയ്യപ്പൻ്റെ ജന്മ ഗൃഹമായിട്ടുള്ള പന്തളത്തരജൻ്റെ ആ ക്ഷേത്രത്തിൽ പോയിട്ട്, പന്തളത്തരജൻ്റെ കൊട്ടാരത്തിലെ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ പോയിട്ട് മാലയൂരി മടങ്ങിപ്പോയ സംഭവം, ആ സംഭവത്തെ സംബന്ധിച്ച് ശ്രീ കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ പറഞ്ഞ പ്രസംഗം മുഴുവൻ അയ്യപ്പ ഭക്തന്മാരെയും അയ്യപ്പ വിശ്വാസികളെയും അവഹേളിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതുമാണ്. അതിന് ചേർന്ന് നിൽക്കുന്ന പ്രസ്താവനയാണ് സഖാവ് കെ അനിൽകുമാർ അദ്ദേഹം ഇവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് തെളിവ് എവിടെയെന്നാണ്. നമ്മൾ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ശബരിമലയിലെ തിരക്കും ശബരിമലയിലെ അസൗകര്യങ്ങളും ശബരിമലയിലെ അയ്യപ്പന്മാർ അനുഭവിക്കുന്ന ദുരിതങ്ങളെയും സംബന്ധിച്ച് ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ സമസ്തമാന പത്രങ്ങളും മീഡിയകളും നമ്മുടെ കൺമുമ്പിൽ കാണിച്ചു തന്നു. TV ചാനലുകൾ, ഓൺലൈൻ ചാനലുകൾ സകലതും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നു. എന്നിട്ടും കെ അനിൽകുമാറും കെ രാധാകൃഷ്ണനും അതേപോലെ ഇടതുപക്ഷക്കാരും ഒക്കെ ചോദിക്കുകയാണ് ശബരിമലയിൽ എന്തായിരുന്നു പ്രശ്നം, എന്ത് പ്രശ്നമാണ് എന്നാണ്. നമ്മുടെ മുമ്പിൽ കാണിച്ചു 20 മണിക്കൂർ 30 മണിക്കൂർ വെള്ളം കിട്ടാതെ കഷ്ടപ്പെട്ട് ക്യൂ നിന്ന് ഒടുവിൽ കുഴഞ്ഞു വീഴുന്ന അയ്യപ്പന്മാരെ നമ്മൾ കണ്ടു. ആ അയ്യപ്പന്മാര് ഈ കെ അനിൽകുമാർ കെ രാധാകൃഷ്ണനൊക്കെ പറയുന്നത് കപടഭക്തന്മാരാണ്, മാലയൂരി തിരിഞ്ഞുപോയെന്നാണ്, അവരുടെ തെളിവ് വേണമെന്നാണ്. അനിൽകുമാറെ, ഈ വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ വന്ന് മാലയൂരുന്നത് ഒരാചാരമായിട്ട് നടത്തുന്നത് ഒരുപാട് സ്ഥലത്ത് മാലയൂരുന്ന ആചാരമുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ചേർത്തല ക്ഷേത്രം ഉണ്ടല്ലോ, ചേർത്തലയിലെ നമ്മുടെ ആ അച്ഛൻ്റെ എന്താണ്, ഞാൻ ആ അച്ഛൻ്റെ പേര് മറന്നുപോയല്ലോ, വെളുത്തച്ഛൻ. ആ വെളുത്തച്ഛൻ്റെ ക്ഷേത്രത്തിൽ മറ്റേ അവിടെ പോയിട്ട് തിരികെ വരുമ്പോൾ മാലയൂരുന്ന ഒരു ചടങ്ങുണ്ട്. കുറേ അയ്യപ്പന്മാർ അങ്ങനെയും ചെയ്യുന്നുണ്ട്. കുറേ അയ്യപ്പന്മാർ പന്തളത്ത് വലിയ കോയിക്കൽ വന്നിട്ട് മാലയൂരി അവിടെയും ദർശനം നടത്തുക. കാരണം പന്തളം ക്ഷേത്രവും പന്തളം കൊട്ടാരവും ഒക്കെ അയ്യപ്പന്മാരെ സംബന്ധിച്ചൊരു വൈകാരികമായിട്ടുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ വന്ന് മാലയൂരി പോകാറുണ്ട്. അവർ മാലയൂരുന്ന ഒട്ടും സന്തോഷത്തിലല്ല സഖാവേ. അവർ മാലയൂരുന്നത്, അവർ ദർശനത്തിന് വന്നത്, അവർ സുഖദർശനത്തിന് അയ്യപ്പനെ കണ്ട് ഒന്ന് വണങ്ങി പോകാൻ വന്നവർ, അവർ വെർച്വൽ ക്യൂ വഴി നിങ്ങൾ ഉണ്ടാക്കിയ സംവിധാനം, നിങ്ങളുടെ ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ സംവിധാനം വഴി ബുക്ക് ചെയ്ത് വന്നവരാ. 80,000 ദേവസ്വം മന്ത്രി നിയമസഭയിൽ അത് വ്യക്തമായിട്ട് പറയുന്നത് 1, 2, 3 ആളുകൾക്ക് മാത്രമേ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ. അവരുടെ പ്രശ്നം ഈ 10,000-കണക്കിന് ആളുകൾക്ക് സുഖദർശനം കിട്ടിയപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് മറന്നുപോയി എന്നാണ്. അവിടെ സുഖദർശനം സാധ്യമാക്കിയ അത്രത്തോളം ആളുകളുണ്ട്. പക്ഷേ ഈ 2, 3 പേർക്ക് വേണ്ടിയാണെന്ന്. പക്ഷെ അന്ന് നിലയ്ക്കലിൽ കണ്ട ദൃശ്യങ്ങൾ, അതെനിക്ക് തോന്നുന്നത് ശ്രീ കെ അനിൽകുമാറും അത് മറന്നുപോയി എന്ന് തോന്നുന്നു, അന്നത്തെ ആ ദൃശ്യങ്ങൾ. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് ശ്രീ RV ബാബു. അല്ല, അവരാരാന്ന് പറയൂ മഞ്ജുഷേ, അവരാരാന്ന് പറയൂ മഞ്ജുഷേ. നിങ്ങൾ പറയൂ, അവരെ വെളിപ്പെടുത്തും. അവർ ശബരിമല ആന്ധ്രയിൽ നിന്നുള്ളവർ, തെലങ്കാനയിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, കർണാടകത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു. അതങ്ങനെയാണ് ഞാനങ്ങനെ നിങ്ങൾ അവർ സാധാരണ ചാനലുകളിൽ നിങ്ങളാണ് പോസ്റ്റ് പറയുന്നത്. കാരണം എന്താണ്, അവർ ദർശനം ഇപ്പൊ അല്ലല്ല, അത് ഓൺലൈൻ ഒത്തിരി വരും. നിങ്ങൾ എത്രയോ ചാനലുകൾ മുമ്പിൽ ഹാജരാക്കണം. ഇപ്പോ RSSന്റെ വാർ റൂം എത്രയോ ചാനൽ ഇറക്കുന്നുണ്ട്. മഞ്ജുഷേ, ഒരാളെ ആരൊക്കെ മാലയൂരി പറ്റാതെ പോയി, ഒരാളെ മാലയൂരി എത്ര പേര് പോയി? അവര് ആന്ധ്രയിൽ നിന്ന് നമ്മൾ കൊണ്ടുവരണം, ഒരാള് മതി. അവരെ നമ്മൾ കർണാടകയിൽ നിന്ന് കൊണ്ടുവരണം, അവരെ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് അനിൽകുമാറിനെ ഹാജരാക്കണം. ഇവിടുത്തെ മാധ്യമങ്ങള് ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത് ഒന്നുമല്ല ശരി. ഇവിടുത്തെ മാധ്യമങ്ങൾ നേരിട്ട് നമ്മളെ കാണിച്ചതൊന്നുമല്ല ശരി. ഇവിടെ നമുക്കറിയാലോ, അനിൽകുമാർ പാർട്ടി നിയമസഭ തല്ലിപ്പൊളിച്ച സംഭവം നടന്നിട്ടില്ലെന്ന് കോടതി പറഞ്ഞതാ. നിയമസഭ തല്ലിപ്പൊളിച്ച സംഭവം നടന്നിട്ടില്ലെന്ന് പറഞ്ഞ സഖാവാണ് അനിൽകുമാറിന്റെ പാർട്ടിയും. ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ, ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ. അല്ല, ബാബറി മസ്ജിദ് വിഷയം നിങ്ങൾ ബാബറി മസ്ജിദ് പൊളിച്ചിട്ടില്ലല്ലോ, ഞങ്ങൾ പൊളിച്ചിട്ടില്ലല്ലോ, നിങ്ങൾ പൊളിച്ചിട്ടില്ലല്ലോ. ബാബറി മസ്ജിദ് നിങ്ങൾ പൊളിക്കാത്തവരല്ലേ? മന്ത്രിയും പറഞ്ഞത് കൂടുതൽ ആളുകൾ അങ്ങോട്ട് വന്നു, ശബരിമലയിലെ കൂടുതൽ ഭക്തർ എന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ ഈ ചർച്ച. ശ്രീ RV ബാബു ചർച്ചയിലേക്ക് വരണം, ശ്രീ RV ബാബു, ശ്രീ അനിൽകുമാർ ചർച്ചയിലേക്ക് വരണം.
മന്ത്രിയും പറയുന്നു, ഇപ്പോൾ ശ്രീ കെ അനിൽകുമാറും പറയുന്നു, കൂടുതൽ അയ്യപ്പ ഭക്തർ അങ്ങോട്ട് വന്നു, ശബരിമലയിലേക്ക് വന്നു, അതാണ് ആ തിരക്കിന് കാരണം. അതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം അവർക്ക് ഈ തിരക്ക് അനുഭവിക്കേണ്ടി വന്നു, അവിടെ കാത്തു നിൽക്കേണ്ടി വന്നു. ഇതാണ് അതിനുള്ള മറുപടി. ഇതൊന്നുമല്ല കാരണം. ഇവിടെ കഴിഞ്ഞ വർഷം 2022 2018 നമ്മുടെ ഈ പ്രളയം നടന്ന വർഷം ഉണ്ടല്ലോ, 2018 എൻ്റെ ഓർമ്മ. ഓക്കെ, ആ പ്രളയം നടന്ന വർഷം, ആ കോവിഡ് ഉണ്ടായ വർഷം, ഈ 2 വർഷങ്ങൾ ഒഴിച്ച് ശബരിമലയിൽ ഒരു ദിവസം 1.25 ലക്ഷം പേര് വരെ ദർശനം നടത്തിയതായിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ പത്രങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാർത്ത വേണമെങ്കിൽ എടുത്ത് വായിക്കാം. ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുൻപ് ഇതിനെ സംബന്ധിച്ചുള്ള ചരിത്രം ഒന്ന് നോക്കാൻ വേണ്ടി, ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി എടുത്ത് നോക്കിയപ്പോൾ പത്രങ്ങളോട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, സീനിയർ പഴയ റിട്ടയർഡ് ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞിരിക്കുന്നു 1.25 ലക്ഷം പേര് വരെ ഒരു ദിവസം ദർശനം നടത്തിയതിന്റെ ചരിത്രമുണ്ട്. അന്ന് ഇല്ലാത്ത തിരക്കും ഈ ബഹളവും 20 മണിക്കൂർ 30 മണിക്കൂർ ക്യൂ നിന്ന സംഭവം ഇന്നുണ്ടാവുന്നതിന്റെ കാരണം എന്താണെന്ന് കൂടി അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം പറഞ്ഞതാണ്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് ശ്രീ അനന്തഗോപൻ പോലും പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് ആ കാര്യത്തിൽ. എന്താണ്? പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ഉണ്ടായിരുന്നു, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താ? ഈ പറയുന്ന ശബരിമല നമ്മുടെ 18ാം പടി ചവിട്ടിക്ക് പറ്റുന്ന ആ ഒരു ആളുകളുടെ എണ്ണം 90 പേര്, 80, 85, 90 പേരെയൊക്കെ ഒരു മിനിറ്റിൽ കടത്തിയത് 60, 65 താഴ്ത്തേണ്ടി വന്നു. കാരണം എന്താ? പരിചയസമ്പന്നരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരില്ല. ക്രൗഡ് മാനേജ്മെന്റ് അറിയാവുന്നവരാരും ഉണ്ടായിരുന്നില്ല മഞ്ജുഷി. അവിടെ ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന, മുഷ്ടി ചുരുട്ടി അയ്യപ്പന്മാരെ ഇടിച്ചു വീഴ്ത്തി തള്ളി താഴെയിട്ട് ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്ന കുറെ തെമ്മാടികളായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉണ്ടായത്. വാച്ചർക്കെതിരെ, ദേവസ്വം വാച്ചർക്കെതിരെ പരാതി ഉണ്ടായിരുന്നല്ലോ. അവിടെ ദേവസ്വം വാച്ചർക്കെതിരെ പരാതി ഉണ്ടായി, തള്ളി എന്ന് പറഞ്ഞിട്ട്. ശരി, ശ്രീ ആർവി ബാബു രാഹുൽ ഈശ്വർ കൂടി ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇവിടെ ശ്രീ കെ അനിൽകുമാർ പറഞ്ഞത് പന്തളം ക്ഷേത്രത്തിൽ പോയി മാലയൂരി തിരികെ പോയ അയ്യപ്പന്മാർ എന്ന കാര്യം അത് തെറ്റാണെന്നാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് ഹാജരാക്കൂ എന്നാണ് ശ്രീ കെ അനിൽകുമാർ ഇവിടെ പറയുന്നത്. മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് 2 or 3 ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദർശനം സാധ്യമായില്ല എന്ന് പറയരുത്. അവിടെ ഈ കുഴപ്പമുണ്ടാക്കിയത് മുഴുവൻ ഈ കപടഭക്തരായ ആളുകളാണെന്നാണ്, ഈ തിരികെ പോയി എന്ന് പറയുന്ന ആളുകളാണെന്നാണ്. ഈ തെളിവിൻ്റെ കാര്യം, അതിലേക്ക് താങ്കൾ വരൂ. ശ്രീ കെ അനിൽകുമാർ ഇവിടെ പലതവണ ചോദിച്ചിരുന്നു, അങ്ങനെ തെളിവുണ്ടോ? പന്തളം ക്ഷേത്രത്തിൽ പോയി മാലയൂരി അയ്യപ്പ ഭക്തർ മടങ്ങി എന്നുള്ളതിൽ 2-3 കാര്യങ്ങൾ. ഒന്ന്, ഒരു വിമർശനം ഉണ്ടാകുമ്പോൾ ഏത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിലും ആ വിമർശനത്തെ ഉൾക്കൊള്ളുകയും ആ വിമർശനത്തിന്റെ പോസിറ്റീവ് സൈഡ് കാണുകയും. നമ്മുടെ നാട്ടിൽ സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രി വരെ, അതായത് ഇന്ത്യയുടെ ഏറ്റവും പരമോന്നതമായ അധികാര സ്ഥാനത്തിരിക്കുന്ന, എല്ലാ വിധത്തിലുമുള്ള ഇന്റലിജൻസ് ബ്രീഫിംഗ് അടക്കം ലഭിക്കുന്ന പ്രധാനമന്ത്രി വരെ അദ്ദേഹത്തിന്റെ സമ്മേളനത്തിൽ ഒരു വിമർശനമായി ഉന്നയിച്ച വിഷയമാണ് ശബരിമലയിൽ മിസ്മാനേജ്മെന്റ് നടന്നു, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മാനേജ്മെന്റ് നടന്നില്ല എന്നുള്ളത്. നമ്മുടെ എല്ലാം ലിവ്ഡ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മൾ, ബാക്കിയുള്ളവർ പോകുമ്പോൾ സാധാരണഗതിയിൽ കൂടുതലായിട്ടുള്ള ഡിലേ, അല്ലെങ്കിൽ 8 മുതൽ 10 മണിക്കൂർ, ചിലപ്പോൾ 10 മുതൽ 12, 12 മുതൽ 16 മണിക്കൂർ വരെ നിൽക്കുന്നു എന്ന എക്സ്പീരിയൻസ് ഒരുപാട് നമ്മൾ കേൾക്കുകയുണ്ടായി. 2, എനിക്ക് തോന്നുന്നു വളരെ റീസണബിൾ ആയിട്ടുള്ള, ഇടതോ വലതോ ഭേദമില്ലാത്ത വ്യക്തികൾ, CPM-കാരാണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും, ഇത്തവണ മിസ്മാനേജ്മെന്റോ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ മാനേജ്മെന്റ് നടന്നു എന്ന കാര്യത്തിൽ അവർക്ക് പോലും സംശയം കാണും. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ ഈ കപട ഭക്തർ പോലുള്ള പ്രയോഗങ്ങൾ വിശ്വാസികളെ അനാവശ്യമായി പ്രകോപിപ്പിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യും. റാദർ നമ്മുടെ സംവിധാനങ്ങൾക്ക് കുറെ കൂടെ മെച്ചമായി പോകാൻ കഴിയണം, അല്ലെങ്കിൽ നമ്മുടെ സംവിധാനം കുറച്ചുകൂടെ മെച്ചമാകണം എന്ന നിലയല്ലേ എടുക്കേണ്ടത്. എൻ്റെ തന്നെ കുറച്ച് സുഹൃത്തുക്കൾ പോയപ്പോൾ, എൻ്റെ മുത്തശ്ശിയുടെ മരണവും മറ്റുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇത്തവണ പോകാൻ കഴിഞ്ഞില്ല. ഞാനതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളുടെയും മറ്റും കേട്ട ഫീഡ്ബാക്ക്, അവർക്ക് ധാരാളം ക്യൂ നിൽക്കേണ്ടി വന്നു, അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇവരാരും ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോ സംഘികളോ BJP-കാരോ മാത്രമല്ല, ഒരുപാട് വ്യത്യസ്ത വിഭാഗങ്ങളിൽപ്പെടുന്നവർക്ക് വേണ്ട രീതിയിൽ മാനേജ്മെന്റ് നന്നായില്ല, അല്ലെങ്കിൽ ക്രൗഡ് മാനേജ്മെന്റ്, ഡിവോട്ടി മാനേജ്മെന്റ് നന്നായില്ല. ചിലർ സൂചിപ്പിച്ചതുപോലെ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ വേണം. ചില സമയങ്ങളിൽ ശബരിമലയിൽ അത്യപൂർവം തിരക്ക് വരുന്ന സമയങ്ങളിൽ 1 മിനിറ്റിൽ 110 പേരെ അടക്കം 106, 105 മുതൽ മേളിലോട്ട് ആൾക്കാരെ
പോലീസുകാർ 18-ാം പടി കയറ്റിയ അവസരങ്ങൾ വരെ ഉണ്ട് എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ അവസരത്തിൽ ഇത്തരം ആൾക്കാരുടെ മാനേജ്മെന്റ് വന്നതിൽ നമുക്ക് ഒരുപാട് ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട് എന്ന രീതിയിൽ ഒരു ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ മന്ത്രി അദ്ദേഹത്തെ പോലെ രാധാകൃഷ്ണൻ സാറിനെ പോലെ വളരെ പരിണിതപ്രജ്ഞനായ, അല്ലെങ്കിൽ മുമ്പ് ഒരു അയ്യപ്പ ഭക്തനെ അദ്ദേഹത്തിന്റെ കാല് വയ്യാത്തപ്പോൾ ആ കാലിന്റെ ഉളുക്കു മാറ്റാൻ ഒരു മന്ത്രി ശ്രമിക്കുകയുണ്ടായി. വളരെയധികം സ്വാഗതാർഹം ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. ആ രീതിയിലുള്ള വ്യക്തി കപടഭക്തർ എന്നുള്ള പ്രയോഗമോ അല്ലെങ്കിൽ ബാക്കിയുള്ള രാഷ്ട്രീയ കാര്യങ്ങളോ ഒക്കെ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് വേദനാജനകമാണ്. കപടഭക്തർ എന്ന് വിളിച്ചത് ഈ മാലയൂരി മടങ്ങിയ അയ്യപ്പ ഭക്തരെ കുറിച്ചാണ് ശ്രീ രാഹുൽ ഈശ്വർ. അതിലാണ് ഇപ്പോൾ ഡിബേറ്റബിൾ ആയിട്ടുള്ള കാര്യം ഇരിക്കുന്നത്. അവിടെയാണ് ഈ ശബരിമലയ്ക്ക് മാല ഇടുന്നവർക്ക് അതിന്റെ വികാരം അറിയാം. ശബരിമലയ്ക്കൊക്കെ മാല ഇട്ടാൽ നമ്മൾ എടുക്കുന്ന വ്രതമൊക്കെ അത്ര കഠിനമാണ്. നമ്മൾ മലയാളികളാണ് ഏറ്റവും നല്ലതല്ലാത്ത രീതി വ്രതം എടുക്കുന്നത്. ഇപ്പം വിവേക് ഓബ്രോയും പ്രഭുദേവയൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവർ ഈ ചെരുപ്പ് പോലും ഇടില്ല. ഷൂട്ടിംഗ് സെറ്റുകളിൽ പോകുമ്പോൾ, സിനിമാ സെറ്റുകളിൽ പോകുമ്പോൾ ചെരുപ്പ് പോലും ഇടില്ല. പ്രഭുദേവ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ അദ്ദേഹത്തെ കാണുകയുണ്ടായി. അദ്ദേഹം ഫുള്ള് നമ്മുടെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ പരിപാടിക്കും കൂടെ അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം ചെരുപ്പിടാതെ പോലുമാണ് നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഭക്തിയോടൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർ ഏതെങ്കിലും തരത്തിൽ വിഷമമില്ലാതെ അല്ലെങ്കിൽ പോകാൻ ബുദ്ധിമുട്ടില്ലാതെ മാലയൂരി പോകും തോന്നുന്നുണ്ടോ? 2 മരണങ്ങളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത്. ഒരു മരണം എന്താ പറയുക, ഒന്നിനെ നമ്മൾ ലഘൂകരിച്ച് കാണരുത്, നിസാരവൽക്കരിക്കരുത്. എന്റെ രാഷ്ട്രീയം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിൽ വിഷമമില്ല. പക്ഷേ കേരളത്തിന്റെ അഭിമാനമായ, കുറച്ചുകൂടെ കൃത്യമായ കണക്കുകൾ പറഞ്ഞാൽ എനിക്ക് ഒന്ന് സുധാകരൻ സാർ ഇരുന്നപ്പോഴാണ് ഒരു റഫ്ലി ഫിഗർ അന്നത്തെ മീഡിയ, ദി ഹിന്ദു അടക്കമുള്ള പത്രങ്ങൾ എടുത്തിരുന്നു. 10,000 മുതൽ 12,000 കോടി വരെ, 10,000 കോടി മുതൽ 12,000 കോടി വരെ നമ്മുടെ സമ്പദ്ഘടന യിലേക്ക് കൊണ്ടുവരുന്ന ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് കുറെ കൂടെ മെച്ചപ്പെട്ട ഫെസിലിറ്റീസ് കൊടുത്തില്ലെങ്കിൽ അത് നമ്മളെന്ന സംസ്ഥാനത്തിന്റെ പരാജയമാണ്. കേരളത്തിൽ ജനിച്ച ഏക ദൈവമാണ് അയ്യപ്പൻ എന്ന് നമ്മൾ ആലങ്കാരികമായി പറയാം. താങ്കൾ അക്കാര്യം പറഞ്ഞില്ല. പന്തളം ക്ഷേത്രത്തിൽ മാലയൂരി മടങ്ങിയ അയ്യപ്പ ഭക്തർ ഉണ്ടായിരുന്നോ? ഞാൻ ഈ പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള ഒരു വിവരം കിട്ടിയിരുന്നു. 5000-ഓളം എന്നാണ് അവർ പറഞ്ഞത്. പന്തളം കൊട്ടാരത്തിൽ നിന്നുള്ള എനിക്കറിയില്ല. അങ്ങനെ ചിലർ പോയി എന്ന്, ഞാൻ വ്യക്തിപരമായിട്ട് അങ്ങനെ പോയ ആൾക്കാരെ എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ആൾക്കാർ പോയി എന്ന് സാമൂഹ്യ മാധ്യമങ്ങളിലും ആൾക്കാർ പറഞ്ഞുമൊക്കെ കേൾക്കുകയുണ്ടായി. അപ്പൊ അത് ശരിയാണെന്നുള്ള, അതിനിപ്പം നമുക്ക് ഈ കിട്ടുന്ന എല്ലാ ഇൻഫർമേഷനും നമുക്ക് ആഴത്തിൽ പോയി ഇന്റലിജൻസ് കളി ചെയ്യുന്ന പോലെ ചെയ്യാൻ കഴിയില്ലല്ലോ. പക്ഷെ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിന്നും അങ്ങനെ ചിലർ പോയി എന്നും ഒക്കെയാണ് വായിക്കാനും കേൾക്കാനും ഒക്കെ കഴിഞ്ഞത്. അപ്പോൾ ഇതിനെ ചിലർക്ക് എക്സാജറേറ്റ് ചെയ്യാം, ചിലർക്ക് ഡൗൺ പ്ലേ ചെയ്യാം. പക്ഷേ ഇത്തവണ ചില പോരായ്മകൾ ഉണ്ടായി എന്ന് സമ്മതിക്കുന്നതിൽ തെറ്റില്ല. ഇത്തരം ഫീഡ്ബാക്ക് വരുമ്പോൾ, ക്രിറ്റിസിസം വരുമ്പോൾ അതിനോട് മുഖം തിരിഞ്ഞ് നിൽക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ശ്രീ പ്രശാന്ത് അടക്കമുള്ള ഒരുപാട് ആൾക്കാർ പിന്നീട് വളരെ ഉണർന്ന് പ്രവർത്തിച്ചു എന്നാണ് ചില ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ പ്രത്യേകിച്ചും അവിടെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്ന് അംഗീകരിക്കുന്നത് ഒരു സ്റ്റേറ്റ്സ്മാൻലിനെസ് ആണ്. അല്ലെങ്കിൽ സ്റ്റേറ്റ്സ്മാൻലി ആയി നമ്മൾ അതിനെ ഉൾക്കൊള്ളുന്നു, നമുക്ക് അതിന്റെ കാര്യങ്ങൾ കൂടുതൽ ശരിയാക്കാം എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് അല്ലേ നല്ലത്. ശ്രീ കെ അനിൽകുമാർ, എന്തുകൊണ്ട് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് വരുന്നില്ല? ഈ കപട ഭക്തർ എന്നുള്ള പരാമർശം അത് ഒഴിവാക്കാമായിരുന്നതല്ലേ? ഒന്നാമത്തെ കാര്യം, ഈ ശബരിമല എന്ന് പറയുന്നതിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് സംസ്ഥാന സർക്കാരിന് മാത്രമായി കഴിയില്ല എന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വറിനോട് ആർക്കാണ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്? അത് വനമല്ലേ? വനനിയമപ്രകാരം അവിടെ ശബരിമലയിൽ സ്ഥലത്തിന് പരിമിതിയില്ലേ? നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പരിമിതിയില്ലേ? അത് കേന്ദ്ര സർക്കാരിൻ്റെ കൈവശത്തുള്ള അധികാരമല്ലേ? കേന്ദ്ര സർക്കാർ ശബരിമലയെ അവഗണിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വർ ഇതുവരെ കേന്ദ്ര സർക്കാരിനെ കുറിച്ച് പറഞ്ഞില്ല. പിന്നെ പ്രധാനമന്ത്രിക്കെല്ലാം നല്ല വിവരം കിട്ടുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാമല്ലോ ശബരിമല ഒരു വിമാനത്താവളം വന്നാൽ കൊള്ളായിരിക്കുമെന്ന്. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. 10 കൊല്ലമായി. വേണ്ട, അദ്ദേഹം 10 കൊല്ലമായില്ലേ? നമ്മൾ റെയിൽവേയെക്കുറിച്ച്, ശബരിമലയ്ക്ക് ഒരു റെയിൽവേ വേണമല്ലോ. ഇദ്ദേഹത്തിന് ആരും പറഞ്ഞു കൊടുക്കാനില്ലേ ശബരി റെയിൽവേ? എന്താ കേന്ദ്ര സർക്കാർ ചെയ്യാത്തത്? നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ തലേ പെര വെക്കാൻ വേണ്ടി കുറേ ആ കാര്യം പറയുക. എന്നിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ച കള്ളം പറഞ്ഞാലും പ്രധാനമന്ത്രിക്ക് എന്തോ വിവരം കിട്ടിയിട്ട് ആരോ പറയുക. പ്രധാനമന്ത്രി പതിവായിട്ട് കള്ളം പറയുന്ന ആളാണ്. ഇതിലും കള്ളമാണ് പറഞ്ഞത്. ഇതിന് മുമ്പ് വന്നപ്പോഴും അദ്ദേഹം കള്ളം പറഞ്ഞിട്ട് പോയി, സ്വർണ്ണക്കള്ളക്കടത്തിനെ കുറിച്ച്. ഇപ്പോൾ ഇതിലും കള്ളമാണ് പറഞ്ഞത്. എന്ത് വിവരമുള്ളത്? ഞാൻ ആധികാരികമായിട്ട് പറയുകയാണ്. 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒന്ന്, തെലങ്കാന തെരഞ്ഞെടുപ്പും ഈ പറയുന്ന ശബരിമലയിലെ ആ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആളുകളുടെ വരവും തമ്മിൽ ബന്ധമുണ്ടോ? 2, മദ്രാസിയിലെ വെള്ളപ്പൊക്കത്തെ തുടർന്ന് ട്രെയിനുകൾ പെട്ടെന്ന് റദ്ദാക്കപ്പെട്ടതും പിന്നീട് ട്രെയിനുകൾ ഓടാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ റദ്ദാക്കപ്പെട്ടതിൻ്റെ ഭാഗമായി ഇവിടെ ആളുകൾ മലയിൽ തങ്ങി ഇറങ്ങിപ്പോയില്ല. ആ റദ്ദാക്കപ്പെട്ടതിൻ്റെ തൊട്ടടുത്തുള്ള 2 ദിവസമല്ലേ ഏറ്റവും കൂടുതൽ ക്രൗഡ് ഉണ്ടായത്? അത് മാനേജ്മെൻറ്റിൻ്റെ കുഴപ്പമാണോ? ഇതിങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രെയിൻ റദ്ദാക്കപ്പെട്ടപ്പോൾ ശബരിമല ആളുകൾ ഇറങ്ങാതെ അവിടെ തന്നെ ഇടത്താവളത്തിൽ താമസിക്കുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ക്യൂവിൽ ബുക്ക് ചെയ്തവർക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല.
ഇതുണ്ടായിന്ന്. അതുകൊണ്ടല്ലേ ആദ്യം എന്താണ് മകരവിളക്ക് കാലത്ത് ഉണ്ടായില്ല പ്രശ്നം. പിന്നെ എപ്പോഴാണ് പ്രശ്നം ഉണ്ടായത്? പ്രശ്നം ഉണ്ടായത് ആദ്യഘട്ടത്തിലാണ്. അതിനത്തെ കാരണം എന്താണ്? മണ്ഡലവിളക്ക് കാലത്ത് പ്രശ്നമുണ്ടാകാൻ കാരണം ആ സമയത്താണ് തെലങ്കാന തെരഞ്ഞെടുപ്പിൻ്റെയും തമിഴ്നാട് വെള്ളപ്പൊക്കത്തിൻ്റെയും ചുഴലിക്കാറ്റിൻ്റെയും പ്രശ്നം വന്നത്. അപ്പോൾ സ്വാഭാവികമായും തിരക്കവിടെ കൂടി. അവരിറങ്ങിപ്പോയില്ല, അവരെ ഇറക്കി വിടാൻ പറ്റത്തില്ല. സ്വാഭാവികമായിട്ട് തിരക്കുണ്ടായി, ആളുകൾ ക്യൂ നിന്നിട്ടുണ്ട് കൂടുതൽ. അപ്പോൾ വെർച്വൽ ക്യൂ 40 ആക്കി കുറച്ചു. 40 ആക്കി കുറയ്ക്കുമ്പോൾ ഇത് സർക്കാരിന് അവിടെ ആൾ കയറാതിരിക്കാൻ നോക്കുകയാണോ? നേരത്തെ 1.25 ലക്ഷത്തോളം ആളുകളെ പെർ ഡേ അവിടെ സുഗമമായി ദർശനം നടത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൗഡ് മാനേജ്മെന്റിന്റെ കുഴപ്പമായിരുന്നു സംഭവിച്ചത്. പക്ഷേ ആ വീഴ്ച ഏറ്റു പറയുന്നില്ല മന്ത്രി. അതിന് പകരം കപട ഭക്തർ എന്ന വിമർശനം ഉന്നയിക്കുകയാണ്. അവിടെയാണ് മഞ്ജുഷിനും ഒരു കാര്യം പിടിക്കാത്തത്. എന്താണ്? ഈ ശബരിമലയിലെ വെർച്വൽ എണ്ണ ആരാ തീരുമാനിച്ചത്? ഹൈക്കോടതിയുടെ സൂപ്പർവിഷൻ ഉണ്ടെന്നേ. നിങ്ങൾ പറയുന്ന വേഗത്തിലൊന്നും, ഇത്രയും വേഗത്തിലൊന്നും ആളെ ഇടിച്ചു കയറ്റാൻ പറ്റത്തില്ല. 160, 110 പേരെ വലിച്ചുകൊണ്ട് കയറ്റണം. വലിച്ചു കയറ്റണ്ടേ? വലിച്ചു കയറ്റുമ്പോൾ അയ്യോ വലിച്ചു. ഇവിടെ ഏതോ ഒരു അയ്യപ്പനെ ഇടിച്ചു, ഏതോ ഒരാൾ ഇടിച്ചു. ആരെ ഇടിച്ചത്? ഞാനൊരു പത്രത്തിലോ മറ്റോ ഒരു ഫോട്ടോ കൊണ്ടു. ആരുടെയാന്ന് പേര് പോലുമില്ല. ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ചലഞ്ച് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിങ്ങൾ ശബരിമലയിൽ പോകാൻ പറ്റാതെ മാല ഉരുപ്പവരുടെ അഡ്രസ്സ് ഉണ്ടോ? അവർ സഞ്ചരിച്ച വാഹനത്തിന്റെ ഏതെങ്കിലും നമ്പർ ഹാജരാക്കാവോ? ഏതെങ്കിലും ഒരു ചാനലുകാർ ചോദിട്ട് നിങ്ങളെന്താ ഇങ്ങനെ പോയെന്ന് അവരോട് ചോദിച്ചിട്ടുണ്ടോ? അതിന് നിങ്ങൾ ചോദിക്കുക. ഞാൻ മഞ്ജുഷോട് പറയുക, അതുകൊണ്ട് ആ വിഷ്വൽസും ഹാജരാക്ക്. ഞങ്ങൾ ആന്ധ്രയിൽ നിന്ന് വരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു, ഞങ്ങൾക്ക് തൊടാൻ പറ്റിയില്ല, അതേ മാല ഊരി ഞങ്ങൾ പോവുകയാണ്. അവിടെ മാല ഊരി പോകുന്ന ചിത്രം കാണിച്ചിട്ടുണ്ട്, ഞാനും കണ്ടു ആ വിഷ്വല്. ആ മാല ഊരി പോകുന്നവര് ആചാരപരമായി എടുക്കുമായിരുന്നു. അല്ലല്ല, ആ ദിവസങ്ങളിൽ മണ്ഡലകാലത്തുള്ള ആർക്കൈവ്സ് തപ്പിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും. ആ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു ശ്രീ കെ അനിൽകുമാർ. എത്രയോ ഭക്തർ. അതാണ് ഇന്ന് ശ്രീ നിയമസഭയിൽ പറഞ്ഞത്. മറ്റു ഭാഷകളിലുള്ള ചീത്തവിളി പോലും സർക്കാരിന് നേരെ അല്ലല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തരും തെലങ്കാനയിൽ നിന്നുള്ള ഭക്തരും കർണാടകയിലെ ഭക്തരും ഒക്കെ വന്ന് അവരവരുടെ ഭാഷയിൽ സർക്കാരിനെതിരെ പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഞാൻ കൃത്യമായിട്ട് പറയുന്നു. അങ്ങനെ ഊരിയവരില്ലെന്ന് ഞാൻ കൃത്യമായിട്ട് പറയുന്നു ഒരു കാര്യം. ഞാൻ പറയട്ടെ സാർ, പറഞ്ഞോളൂ. അങ്ങനെ ഊരിയവരില്ലെങ്കിൽ അവരെ കപടഭക്തർ. ഞാൻ ഒന്നാമത് പറയാം, ഞാൻ ഉത്തരം പറയുന്നു. ഒന്നാമതായി പറയട്ടെ. രണ്ടും കൂടി എങ്ങനെ യോജിക്കുക? ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം പറയട്ടെ. ഞാൻ കൃത്യമായിട്ട് ഉത്തരം പറയാം. ഒന്ന് മഞ്ജുഷ, ഞാൻ പറയട്ടെ മഞ്ജുഷേ, ഇതുവരെ ഒരു മാധ്യമങ്ങളും ഇന്നയാള് അവിടെ പോയി മലയിൽ പോകാതെ തിരിച്ചു വന്ന് ഞാൻ ഊരണ്ടി വന്നു എന്ന് ഒരു ചാനലിനോടും വെളിപ്പെടുത്തിയിട്ടില്ല. ഞാൻ കണ്ടില്ല. കണ്ടെങ്കിൽ മഞ്ജുഷ് പറഞ്ഞു, മഞ്ജുഷ് കണ്ടെങ്കിൽ മഞ്ജുഷ് കണ്ടു എന്ന് പറഞ്ഞോ ഞാൻ സമ്മതിക്കാം. കേട്ടതാണ്. ആ ദിവസങ്ങളിൽ നിലയ്ക്കലിൽ നിന്ന് നിലയ്ക്കലിൽ നിന്ന് മടങ്ങി പോകേണ്ടി വന്നിട്ടുണ്ട്. അല്ല, അത് ആ ദൃശ്യങ്ങളൊക്കെ കണ്ടതുകൊണ്ടല്ലേ ശ്രീ കെ അനിൽകുമാർ മന്ത്രി നവകേരള സദസ്സിൽ നിന്ന് സന്നിധാനത്തേക്ക് വരേണ്ടി വന്നത് അതുകൊണ്ടല്ലേ? അല്ലല്ല, ഒരിക്കലുമല്ല. അതെ, ഒരിക്കലുമല്ല. കാരണം ഞാൻ കോട്ടയത്തുണ്ടായിരുന്നു. ഞാൻ പറയാം, അതിന്റെ യാഥാർത്ഥ്യം പറയാം. യാഥാർത്ഥ്യം പറഞ്ഞത് എന്താണ്? ഈ 36 ട്രെയിൻ റദ്ദാക്കിയത് മഞ്ജുഷ അറിഞ്ഞോ? 36 ട്രെയിൻ റദ്ദാക്കി വരും മഞ്ജുഷിന് അറിയാവോ? തെലങ്കാന തെരഞ്ഞെടുപ്പിന് ശേഷം ആളുകളുടെ കടന്നുവരവ് പെട്ടെന്നുണ്ടായെന്ന് മഞ്ജുഷിന് അറിയാവോ? ഇതൊക്കെ ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തില്ലേ? ആളുകൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ആലോചിക്കൂ, എന്താണ് ആദ്യഘട്ടത്തിലുണ്ടായ പ്രശ്നം, എന്താണ് രണ്ടാം ഘട്ടത്തിൽ ആ പ്രശ്നം വരാതിരുന്നത്? ഇതെല്ലാം ഉണ്ടായിട്ടും ആളുകളുടെ തിരക്ക് അവിടെ കൂടി, വരുമാനവും കൂടി. അപ്പോൾ അതിനർത്ഥം എന്താണ്? സുഖദർശനം നടന്നു. എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമ്പോൾ സർക്കാർ ഇത് പരിഹരിച്ചു. മന്ത്രിയോടെ പോയി പരിഹരിച്ചു. പക്ഷേ രാഷ്ട്രീയ ലാഭം കിട്ടാൻ വേണ്ടി ശബരിമലയെ വിവാദത്തിലാക്കാൻ കുറേ പേർക്ക് താല്പര്യമുണ്ട്. അവിടെ വിമാനത്താവളം വേണ്ട, അവിടെ റെയിൽവേ വേണ്ട, അവിടെ ഭൂമി കൊടുക്കണ്ട. പിന്നെ ഞങ്ങൾ വിവാദം ഉണ്ടാക്കാനാണ് ഞങ്ങൾ അവിടെ ഉണ്ട്. കേന്ദ്ര സർക്കാർ ഞങ്ങൾ വിവാദം ഉണ്ടാക്കാനാണ് ഇവിടെയുണ്ട്. ശബരിമലയെ കൊണ്ട് വിവാദം ഉണ്ടാക്കിയിട്ട് നടക്കുന്ന ആളുകളോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ശബരിമലയെ വെറുതെ വിടണം. ഈ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യത്തിലുള്ള സർക്കാർ കോടിക്കണക്കിന് രൂപ ശബരിമല വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചു. ഞാൻ ചോദിക്കുന്ന 7.5 കൊല്ലത്തിനിടയ്ക്ക് ഈ ശബരിമല വികസനത്തിന് 1500 കോടിയിലേറെ ചെലവഴിച്ചു. അന്നദാന മണ്ഡപം നോക്കി അടച്ചിട്ടിരിക്കുകയാണോ?
ഇവിടെ ബഹുമാനപ്പെട്ട ആർ.വി. ബാബു പറഞ്ഞല്ലോ, വെള്ളം പോലും കൊടുക്കുന്നില്ല. എവിടെ വെള്ളം കൊടുക്കുന്നില്ല? പിന്നെന്താ പറഞ്ഞത്? ആരാണ്ട് ഇടിച്ചിട്ടു. ആരാ ഇടിച്ചിട്ടത്? പോലീസുകാരെന്ന് പറയുന്നവരെ തെമ്മാടികൾ എന്ന് അദ്ദേഹം ഇവിടെ ചർച്ച വിളിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ലക്ഷം ആളുകൾ വന്നു പോയിട്ട് അത് കൈകാര്യം ചെയ്ത മനുഷ്യരെ തെമ്മാടികൾ എന്നാണ് വിളിക്കുക? ഏതെങ്കിലും ഒരു പ്രത്യേക പോലീസുകാരനെ ആരോടെങ്കിലും തെറ്റായിട്ട് പറയുന്നുണ്ടെങ്കിൽ അവിടെ വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസ് വെച്ചിട്ട് കേസെടുക്കാമല്ലോ, ഒരാൾക്കൊരു പരാതി കൊടുക്കാമല്ലോ. അതിനു പകരം അവിടെ സമർപ്പണ ബുദ്ധിയോടെ മണിയെടുത്ത മനുഷ്യരെ, അവർ മുഴുവൻ കൊള്ളക്കാര്, തെമ്മാടികൾ, ശബരിമലയിൽ അയ്യപ്പനെ സേവിക്കാൻ പോയ ഉദ്യോഗസ്ഥന്മാരെല്ലാം തെമ്മാടികൾ. ഇതല്ലേ വിശ്വഹിന്ദു പരിഷത്ത് പറയുന്നത്. ശരി, ശ്രീ ആർ.വി. ബാബു, തെമ്മാടികൾ എന്നുള്ള പരാമർശം അങ്ങനെ ആവശ്യമില്ലായിരുന്നു. മറുപടി പോലീസുകാർ അവിടെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ തുടക്ക സമയത്ത് താങ്കൾ പറഞ്ഞതുപോലെ ഈ പരിചയ സമ്പന്നത കുറവ് കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോഴും അനിൽകുമാർ വിശ്വസിക്കാത്ത ഒരു കാര്യം, അങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ലെന്നാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത്. ഈ നിലയ്ക്കൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ അന്ന് കാണിച്ചതാണ്. പക്ഷേ അനിൽ പറയുന്നത് ഇല്ല, അങ്ങനെയൊന്നുമില്ല, കാര്യങ്ങൾ സംഭവിച്ചിട്ടില്ല എന്ന്. പക്ഷേ അവിടെ കപട ഭക്തർ എന്ന് മന്ത്രി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. ഞാൻ സത്യസന്ധമായിട്ടാ പറയുന്നത്. ശരി ശരി ബാബു, ഞാൻ സത്യസന്ധമായിട്ടാ പറഞ്ഞു, ഞാൻ കണ്ടില്ല. ഞാൻ രണ്ട് കാര്യം. അതായത് ഇപ്പം ഇവിടെ മാലയൂരി പോയതിൻ്റെ തെളിവ് ഇല്ല എന്നാണ് ശ്രീ അനിൽകുമാർ പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു. അങ്ങനെ മാലയൂരിയ സംഭവം ഉണ്ടായിട്ടില്ല, മാലയൂരിയതിൻ്റെ തെളിവുണ്ടോ, അവരുടെ പേര് വിവരമുണ്ടോ, അവരുടെ അഡ്രസ്സ് ഉണ്ടോ, ഇതൊക്കെയാണ് അനിൽകുമാർ ചോദിക്കുന്നത്. ഈ പാവപ്പെട്ട അയ്യപ്പന്മാർ പന്തളത്ത് വലിയ കോയിക്കൽ വന്ന് മാലയൂരുമ്പോൾ അവിടെ ക്ഷേത്രത്തിൽ പോയിട്ട് രജിസ്റ്ററിൽ ഒപ്പിട്ട് പോകണം, അവിടുത്തെ ഫോട്ടോ എടുത്തിട്ട് അവിടെ കൊടുക്കണം, അഡ്രസ്സും കൊടുക്കണം എന്നൊക്കെ പാവങ്ങൾ അറിഞ്ഞിരുന്നില്ല. അനിൽകുമാർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന അറിഞ്ഞിരുന്നില്ല. പാവങ്ങൾ അവിടെ പോയിട്ട് അവരുടെ അഡ്രസ്സും പേരും ഒക്കെ കൊടുത്തിട്ട് വേണം മാലയൂരാൻ എന്നൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർ ചെയ്തേനെ. എവിടെ നിന്നുള്ള ആൾക്കാരാ? കർണാടക, ആന്ധ്ര, തമിഴ്നാട് തുടങ്ങിയിട്ടുള്ള പ്രദേശത്തു നിന്ന് വന്ന അയ്യപ്പന്മാർ. അവർ ഈ അഡ്രസ്സൊന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവരിനി ആരാണെന്നുള്ളത് നമ്മൾ പഴയ വിഷ്വൽസ് തപ്പിയെടുത്ത്, അങ്ങനെ വിഷ്വൽസ് കൊടുത്താലും അനിൽകുമാറും അനിൽകുമാറിൻ്റെ പാർട്ടിയും സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ലോകം മുഴുവൻ കണ്ട, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ലോകം മുഴുവൻ കണ്ട നിയമസഭ തല്ലിപ്പൊളിക്കുന്നത് അങ്ങനെ തല്ലിപ്പൊളിച്ചിട്ടില്ല എന്ന് അഫിഡാവിറ്റ് കൊടുത്ത പാർട്ടിയാണ് CPM-ന്റെ പാർട്ടി, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, മന്ത്രിമാരൊക്കെ. അപ്പോൾ അവരുടെ മുമ്പാകെ മാലയൂരുന്ന ആൾക്കാരുടെ ഫോട്ടോ കാണിച്ചാൽ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ മഞ്ജുഷെ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഇവിടെ ആ കോൺട്രഡിക്ഷൻ എന്താണ്? അനിൽകുമാറും മന്ത്രിയും തമ്മിൽ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. എന്താ? മന്ത്രി പറയുന്നത് അവിടെ പോയി മാലയൂരിയ ആൾക്കാർ കപടഭക്തരാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? അവിടെ പോയി മാലയൂരിയിട്ടുണ്ട്. അനിൽകുമാർ എന്താ പറയുന്നത്? അങ്ങനെ മാലയൂരിയതിന് തെളിവ് എവിടെ? ഇത് രണ്ടും കൂടി എങ്ങനെയാ ശരിയാവുക അനിൽകുമാറെ? ഇത് രണ്ടും കൂടിയും ശരിയാവില്ല. ഒന്നുകിൽ മാലയൂരിയ ആളുകൾ കപടഭക്തരാണെന്ന മന്ത്രിയുടെ പ്രസ്താവനയെ അനിൽകുമാറും പിന്തുണയ്ക്കണം, അല്ലെങ്കിൽ അനിൽകുമാർ പറഞ്ഞ പോലെ അവിടെ മാലയൂരി എന്നുള്ളത് കള്ളപ്രചരണമാണ് എന്ന അനിൽകുമാറിന്റെ പ്രസ്താവനയെ മന്ത്രി പിന്തുണയ്ക്കണം. ഇത് രണ്ടും കൂടി അങ്ങനെ ശരിയാവുക? അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമല സീസൺ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമലയിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അങ്ങേയറ്റം വലിയ തോതിലുള്ള തിരക്കും, ദർശനം കിട്ടാതെ മണിക്കൂറുകളോളം അമ്മമാര്, സ്ത്രീകൾ, കുഞ്ഞുങ്ങളൊക്കെ കഷ്ടപ്പെട്ട സാഹചര്യം മാധ്യമങ്ങളാണ് പുറത്തു വന്നത്. ഇത് നേരിട്ട് കാണാൻ പോയ ആളുകളാണ് ഞങ്ങൾ. ഇത് കാണുകയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ദേവസ്വം മന്ത്രി അവിടെ വന്ന സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് വത്സൻ തില്ലങ്കേരി ദേവസ്വം മന്ത്രിയെ നേരിൽ കണ്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹം ഓരോന്നും സമ്മതിച്ചു. പ്രശ്നം എന്താണ്? നമുക്കറിയാം, ശബരിമലയിലെ തിരക്കിന് പ്രധാനപ്പെട്ട കാരണം നേരത്തെ പറഞ്ഞ പോലെ ക്രൗഡ് മാനേജ്മെന്റ് അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാർ. അവർ തെമ്മാടികളാണെന്ന് പറഞ്ഞത് അയ്യപ്പന്മാരെ ഉപദ്രവിച്ച ആളുകളെ കുറിച്ച് മാത്രമാണ്. ബാക്കി ത്യാഗസന്നദ്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവിടെ എല്ലാ വിഭാഗത്തിലും പെട്ടവരുണ്ട്, അവരെ കുറിച്ചല്ല എന്ന് ഞാനത് അടിവരയിട്ട് പറയുകയാണ്. ഇനി അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് തിരുത്തിക്കൊള്ളുക. അയ്യപ്പന്മാരെ വളരെ മോശമായി ട്രീറ്റ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ നോക്കൂ, 20 മണിക്കൂർ 30 മണിക്കൂർ ക്യൂവിൽ നിന്ന് സഹികെട്ട അയ്യപ്പന്മാർ വേലി ചാടും, അതായത് അവരുടെ ഫെൻസ് ചാടിയിട്ട് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങൾ, അവരെയൊക്കെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. അപ്പോൾ അവർക്ക് ഇവിടെ വെള്ളം കൊടുത്തു എന്നാണ് പറയുന്നത്. എപ്പോഴാണ് അനിൽകുമാറെ വെള്ളം കൊടുത്തേ? കോടതി ഇടപെട്ടു, കേരള ഹൈക്കോടതി ഇടപെട്ടു. ഹൈക്കോടതിയിൽ ഹർജി വന്നു. കോടതി പറഞ്ഞു അവർക്ക് ക്യൂ നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കണം, ബിസ്ക്കറ്റ് കൊടുക്കണം. കോടതി പറഞ്ഞപ്പോൾ
അനിൽകുമാറെ അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് തുടക്കത്തിൽ കേട്ടത്. അദ്ദേഹം പുതിയ ആളാണ്. ഈ ശബരിമല തീർത്ഥാടനം എന്നുള്ളത് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നറിയാതെ അന്താളിച്ചു നിന്ന ഒരാളാണ്. കാരണം പരിചയസമ്പന്നനായിട്ടുള്ള ആള് അനന്തഗോപനാണ് അതിനു മുമ്പ് കൈകാര്യം ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് ശേഷം പൊടുന്നനെയാണ് പ്രശാന്ത് അവിടെ വന്നത്. പ്രശാന്തിന് ഇതൊന്ന് കൈകാര്യം ചെയ്തുള്ള പരിചയക്കുറവുണ്ടായിരുന്നു എന്നാണ് പൊതുവെ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും ശരി, ഇതിനു വേണ്ട ഒരു ഏകോപനം ഉണ്ടായില്ല. ഇപ്പം ഞാൻ പറയട്ടെ, നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള ബസ് സർവീസ്, ആ ബസ് സർവീസിന്റെ ദുരിതം എത്രയായിരുന്നു? അനിൽകുമാറിന് മനുഷ്യത്വം ഉള്ള ഏതെങ്കിലും ആളുകളുണ്ടെങ്കിൽ മനുഷ്യത്വത്തിന് ചേർന്ന നടപടിയായിരുന്നു. 49 സീറ്റുള്ള ബസ്സിൽ 120 പേരെ കയറ്റി എന്ന് ബസ്സിന്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ മാധ്യമങ്ങളോട് പറയുന്ന വിവരങ്ങളുണ്ട് സർ. 120 വരെ തിക്കിക്കയറ്റി കന്നുകാലികളെ കൊണ്ടുപോകുന്ന പോലെ അയ്യപ്പന്മാരെ ചവിട്ടി. പക്ഷെ അതും ശ്രീ കെ അനിൽകുമാർ താങ്കൾ കണ്ടിരിക്കാൻ സാധ്യതയില്ല. ഏതാണ്ട് ഡിസംബർ 10, 11, 12 ആ ഒരു ദിവസങ്ങളിലായിരുന്നു ഈ സംഭവം അല്ലേ? ആ ഒരാഴ്ചയിലെ സംഭവങ്ങളാണ് ഈ പറഞ്ഞത്. അനിൽ അത് ഓർക്കുന്നുണ്ടാവില്ല, കോട്ടയത്ത് ഉണ്ടായിരുന്നുവെങ്കിലും. അല്ല, എന്നോടാണ് ശ്രീ കെ അനിൽകുമാർ താങ്കളോടാണ്. എന്നോടായിരുന്നോ? അതെ. ഞാൻ കൃത്യമായിട്ട് പറയാം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിമലയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ പല വിവാദം ഉണ്ടാക്കാൻ നോക്കും. ലക്ഷക്കണക്കിന് ആളുകൾ വന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും തരത്തിൽ ഒറ്റപ്പെട്ട ഒരാൾക്ക് ഏത് തരത്തിലും പ്രതികരിക്കാൻ കഴിയും. എനിക്ക് കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല, ബിസ്ക്കറ്റ് കിട്ടിയില്ല, ഇതൊക്കെ പ്രതികരിക്കാൻ ഒരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. പ്രശ്നം അവിടെ അല്ല. നമ്മളൊരു തീർത്ഥാടന സന്ദർഭത്തെ മൊത്തമായിട്ട് എടുക്കണം. ഇവിടെ ബഹുമാനപ്പെട്ട എൻ്റെ പാനലിസ്റ്റുകളോട് ഞാൻ അപേക്ഷിക്കുന്നു, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇത്തവണ ഉണ്ടായതിൽ ഞാൻ ഉന്നയിച്ച ഈ തെലങ്കാന തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ വിഷയങ്ങളും ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണോ, ഈ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട വിഷയത്തെ തുടർന്നാണോ ഈ 2 ദിവസങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞ ഡിസംബർ 10, 11 തീയതികളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായത്? അതിന് മുമ്പും പ്രശ്നങ്ങളില്ല, അതിന് ശേഷവും പ്രശ്നങ്ങളില്ല. എന്താ അതിന് കാരണം? അപ്പോൾ 36 ട്രെയിനുകൾ റദ്ദാക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു വിഷയം ഞാൻ ആരും പ്രതികരിച്ചില്ല കേട്ടോ. നമ്മളൊരു ചർച്ചയിൽ വസ്തുതാപരമായി പറയണം. ഞാൻ പറയട്ടെ, ഞാൻ അതാരും പ്രതികരിച്ചില്ല. നമ്മൾ ശബരിമലയെ കുറിച്ചാണ്. അയ്യപ്പനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം പറയട്ടെ, നിങ്ങളുടെ വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസമുള്ളൊരു സ്ഥാപനത്തെ വെച്ച് ഒരു സങ്കേതത്തെ വെച്ച് തെറ്റായ കാര്യം പറയരുത്. അപ്പോൾ സർക്കാരിന് നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് തെലങ്കാനയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലുണ്ടായ വിഷയം ഒരു പ്രശ്നമായി. ഇത് യാഥാർത്ഥ്യമാണ്. അതിനെ തുടർന്നാണ് വെർച്വൽ ക്യൂവിൻ്റെ എണ്ണം ക്രമീകരിച്ചത്. കോടതിയിൽ ഹർജി വന്നു എന്ന് ബഹുമാനപ്പെട്ട RB ബാബു പറഞ്ഞു, ശരിയാണ്. 80,000 ആക്കി കോടതി ഇടപെടലോടെ ക്രമീകരിക്കാൻ കാരണം അപ്പോൾ ഉണ്ടായ തിരക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് 1,10,10,000 പേരെ ഒരു ദിവസം കയറ്റണമെന്ന് നിർദ്ദേശം നടപ്പാക്കാനാവില്ല. 80,000 പേര് വരുമ്പോൾ അതുപോലെ സ്പോട്ട് ബുക്കിംഗ് 10,000 ക്രമീകരിക്കാൻ തീരുമാനിച്ചപ്പോൾ സ്വാഭാവികമായും നിലയ്ക്കൽ ആളുകൾ തടസ്സപ്പെട്ട് നിന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലൊരു മന്ത്രിയോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനോ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യമല്ല. പിന്നെ അവിടെ ഡ്യൂട്ടിക്കിടുന്ന 15 ദിവസം വെച്ച് ഡ്യൂട്ടിക്കിടുന്ന ഏതെങ്കിലും പോലീസുകാർ, ആ പോലീസുകാരെല്ലാം എല്ലാവരെയും ഒരേപോലെ AK സെൻ്ററിൽ നിന്ന് പറഞ്ഞയക്കുന്ന ആരില്ല. ആരെയും AK സെൻ്ററിൽ നിന്ന് അയക്കാറില്ല, അത് പാർട്ടിക്കാരെ അയക്കാറില്ല. അവിടെ നിൽക്കുന്ന മനുഷ്യരാണ്, അവർ നന്നായിട്ട് പെരുമാറുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ബഹുമാനപ്പെട്ട RB ബാബു പറഞ്ഞ പോലെ ഏതെങ്കിലും വിളിക്ക് അർഹനായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ മന്ത്രിക്കോ CPM-നോ LDF-നോ രാഷ്ട്രീയ ബാധ്യതയില്ല. അത് അയാളുടെ സ്വഭാവം. ഇനി ഇവിടെ KSRTC കാര്യം പറഞ്ഞു. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം KSRTC ബസ്സിൻ്റെ ആളുകൾ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഞാൻ ബസ് ഡ്രൈവർമാരോടും കണ്ടക്ടർമാരോടും സംസാരിച്ചു. ഞങ്ങൾ വണ്ടിയായിട്ട് പോകുമ്പോൾ ക്യൂ ആയിട്ട് കിടക്കും. ഞങ്ങളുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും ലൈനിൽ കയറി വണ്ടി ഓടിച്ചു പോകണം. കാരണം എന്താണ്, വണ്ടി ഓടിയാലേ ഞങ്ങളുടെ സർവീസ് ആവുള്ളൂ, ഞങ്ങളുടെ ഡ്യൂട്ടി ആവുള്ളൂ. അതുകൊണ്ട് ശബരിമലയിൽ ഞങ്ങൾ കാത്തു കിടക്കുകയാണ്. എങ്ങനെയും ഒരു ലോഡ് ആളെ കിട്ടിയാൽ അപ്പം കൊണ്ടുപോകണം. ഒരു ലോഡെന്ന് പറഞ്ഞാൽ വണ്ടി ഇരിക്കാൻ പറ്റുന്ന ആളുകളേ ഉള്ളൂ, അതല്ലാതെ ആളെ കയറ്റിയിട്ടില്ല. എന്നാൽ ഏതെങ്കിലും സന്ദർഭത്തിൽ ആളുകൾ ജനലിൽ കൂടെ ചാടിക്കയറിയാൽ എന്ത് ചെയ്യും? അവിടെ ഇടപെടാൻ പരിമിതിയുണ്ട്. അങ്ങനെ 1, 2 ട്രിപ്പ് വന്നിട്ടുണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് ഞങ്ങൾ എങ്ങനെ പറയും? ഇതൊക്കെ പരാമർശം വരേണ്ട ആവശ്യമില്ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആരും മാലി ഊരിയിട്ടില്ല, ആർക്കും ദർശനം സാധ്യമാകാതെ വന്നിട്ടില്ല എങ്കിൽ ഈ കപട ഭക്തർ എന്ന് ഉദ്ദേശിച്ചത് ആരെയാണ്? ഞാൻ ജനങ്ങളോട് പറയുന്നത്, നമ്മൾ അനുഭവിക്കുന്ന കാര്യമാണ് പറഞ്ഞത്. ഞാൻ കൃത്യമായിട്ട് പറയാം. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ വാചകം എന്താണ്?
അങ്ങനെ ആരെങ്കിലും 1, 2, 3 പേർ മാല ഊരിയിട്ടുണ്ടെങ്കിൽ അവർ അയ്യപ്പനെ കാണാൻ പോയവരല്ല, അവർ കപടഭക്തന്മാരാണ്, അവർ ഇത് പ്രചരിപ്പിക്കാൻ വന്നവരാണ്. ഞാൻ കൃത്യമായിട്ടും ബഹുമാനപ്പെട്ട മഞ്ജുഷിനോട് പറയുകയാണ്, ഈ പന്തളത്തെ കൊട്ടാരത്തിൽ അവിടെ അയ്യപ്പ സങ്കേതത്തിലിരുന്ന് മാല ഊരുന്ന കുറേ ആളുകളെ ഞാൻ വിഷ്വൽസ് കണ്ടു. പക്ഷേ അത് ആചാരപരമായി മാല ഊരുന്നതാണ്. കാരണം എന്താണ്, ഞാൻ ശബരിമലയ്ക്ക് പോയിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ വീടിന് മുന്നിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് ഞാൻ മാല ഊരിയിട്ടുമുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ. ആചാരപരമായി പിറ്റേ ദിവസം കുളിച്ചിട്ട് ഊരാറുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട്. അയ്യപ്പ ഭക്തന്മാർ ഇപ്പോഴും ഊരുന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കുന്നൊരു കാലം, ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ ചെയ്യുന്ന കാലം. അത് പന്തളത്ത് നിന്ന് ഊരുന്നൂടെ പറഞ്ഞല്ലോ, സ്വാഭാവികമായി ചെയ്തിട്ടുള്ളതായിരിക്കും. അതിന് ശബരിമലയിൽ പോകാതെ ഊരിയെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവിടെ തെളിയണം. എന്ത് വേണം, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെന്നുള്ള ആളുകൾ ആരെങ്കിലും വന്ന് പറയണം. അവരുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MLA-മാരെന്ന് നിയമസഭയിൽ പറഞ്ഞ കാര്യം ശരിയായിരിക്കും. നമുക്ക് അത്ര പേരുടെ കാര്യത്തിൽ പരിശോധിക്കാം, തെറ്റുപറ്റെങ്കിൽ തിരുത്താമെന്ന് പറയാം. ഇവിടെ പ്രശ്നം എന്താണ്, കപടഭക്തർ എന്ന പരാമർശമാണ് മന്ത്രി നടത്തിയത്. ശ്രീ കെ അനിൽകുമാർ, അവിടെ മന്ത്രി നടത്തിയ പരാമർശം കപടഭക്തർ എന്നാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു കാര്യം കേട്ടു, വത്സൻ തില്ലങ്കേരി അവിടെ പറഞ്ഞപ്പോൾ മന്ത്രി പോസിറ്റീവായിട്ട് പ്രതികരിച്ചെന്ന് പറഞ്ഞു. പ്രതികരിച്ചു എന്ന് മാത്രമല്ല, പിന്നീട് പരാതി ഉണ്ടായില്ലല്ലോ. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ കുറിച്ച് രേഖാമൂലം ഒരു പരാതി ഇന്നില്ല. മർദ്ദിച്ചു എന്ന് പറഞ്ഞാലോ അല്ലെ തെറ്റായി ചെയ്തു എന്ന് പറഞ്ഞാലോ ഇല്ല, ഒരു KSRTC കണ്ടക്ടറും ഡ്രൈവറും കൂടുതൽ ആളുകളെ ഇടിച്ചു കയറ്റി, ആളുകൾ തള്ളിക്കയറിയിട്ടുണ്ടെങ്കിൽ പുറകിൽ വണ്ടിയുണ്ട്. KSRTC വണ്ടിയില്ലാത്തൊരു വിഷയമില്ല. പക്ഷേ നമ്മൾ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് ആളുകൾ ഉണ്ടാവുകയും പോയ വണ്ടിക്ക് മടങ്ങി വരാൻ സാധിക്കാതെ ഇരുന്നാൽ കിട്ടിയ വണ്ടിയിൽ ആളുകൾ തള്ളിക്കയറും. ഇതൊക്കെ സംഭവിച്ചെന്നിരിക്കും. ആ സംഭവിക്കുന്ന കാര്യം ഈ 365 ദിവസം അല്ലെങ്കിൽ ഈ ശബരിമലയിൽ എല്ലാ ദിവസവും നടന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ അത് സത്യമല്ല. 1, 2 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വസ്തുതയല്ലെന്ന് ഞങ്ങൾ പറയുന്നില്ല. പ്രശ്നം എന്താണ്, നമുക്ക് അടുത്ത കൊല്ലം ഇതിനേക്കാൾ മെച്ചപ്പെട്ട ശബരിമല തീർത്ഥാടനം ഉണ്ടാക്കണം. അതിനെന്ത് വേണം, വിമാനത്താവളം ഉണ്ടാക്കാം, നമുക്ക് സഹകരിക്കാം. നമുക്ക് ആ ശബർ റെയിൽവേ കൊണ്ടുവരാം, നമുക്ക് സഹകരിക്കാം. കുറച്ചുകൂടി ഭൂമി ആ ശബരിമലയ്ക്ക് വിട്ടു തരണം, നമുക്ക് സഹകരിക്കാം. പമ്പ നദി കൃത്യമായിട്ട് ഒഴുകണം, അതിനെന്ത് വേണം, കുറേ കൂടി അതിൻ്റെ തിട്ടകൾ ശരിയാക്കാറുണ്ട്. വനനിയമം അനുസരിച്ച് തൊടാൻ അവകാശമില്ല. കേന്ദ്ര സർക്കാരോട് സഹകരിച്ചാൽ പമ്പ നദിയെ നമുക്ക് തീർത്ഥാടകർക്ക് സഹായകരമായി കുറച്ചുകൂടെ നവീകരിക്കാം. ഇതിനൊക്കെ തന്നെ ഒരു പൊതുവായ കാഴ്ചപ്പാടിൽ കേന്ദ്രവും സംസ്ഥാനവും സഹകരിക്കണം. അത് കേരളമായതുകൊണ്ട് വേണ്ട. നമ്മൾ അയോധ്യയിലാണെങ്കിൽ 23,500 കോടി രൂപ വിമാനത്താവളം, 30,000 കോടി രൂപയുടെ കേന്ദ്ര പദ്ധതി, പാക്കേജ്, ഇതെല്ലാം കൊടുക്കാം. ശബരിമലയ്ക്ക് വേണ്ട എന്നൊരു വർത്താനം പറയുമ്പോൾ ശബരിമലയ്ക്ക് വേണ്ടി നാക്ക് നീണ്ടു വരികയാണ്. നിങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി നാക്ക് നീട്ടുമ്പോൾ ഒരു വെള്ളി രൂപ കേന്ദ്രം കേരളത്തിന് തരുന്നില്ല. ഈ ശബരിമലയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി 10 കൊല്ലം കൊണ്ട് ശബരിമലയ്ക്ക് എന്തു തന്നു എന്ന് ചോദിച്ചിട്ട് വേണം മോദിയെക്കുറിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു വർത്തമാനം പറയാൻ. രാഹുൽ ഈശ്വർ കേൾക്കുന്നുണ്ടോ ഞാൻ പറയാം. രാഹുൽ, 2 കാര്യങ്ങളുടെ മറുപടി. ഒന്ന്, ശ്രീ അനിൽകുമാർ സാർ നല്ലൊരു സംവാദകനാണ്. പക്ഷേ ഈ ഭക്തി അടക്കമുള്ള സെൻസിറ്റീവായ വിഷയങ്ങളിൽ സംവാദമല്ല, സമവായമാണ് വേണ്ടത്, സമന്വയമാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സൂമിലാണ്, അതുകൊണ്ട് ഒരു പക്ഷേ അങ്ങനെ കാണാൻ കഴിയില്ല. മനോരമ, എക്കണോമിക് ടൈംസ്, സ്റ്റേറ്റ്സ്മാൻ അടക്കമുള്ള വ്യത്യസ്ത തരം മാധ്യമങ്ങൾ ശബരിമലയിലെ പിൽഗ്രിംസിന് നേരിട്ട ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങ് പറഞ്ഞതുപോലെ മുമ്പ് മന്ത്രി സാർ അംഗീകരിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ ബുദ്ധിമുട്ടുണ്ടായി പക്ഷേ എല്ലാവരും അംഗീകരിക്കും. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ, പക്ഷേ ജനുവരി വരെ എത്തുന്ന കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ല, അതിനു മുമ്പ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. അപ്പോൾ ഒരു വിമർശനം വരുമ്പോൾ കപടഭക്തർ പോലുള്ള പ്രയോഗങ്ങളെക്കാൾ നാളെ അങ്ങനെ ഒരാൾക്കെങ്കിലും മാരെ ഊരി പോണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്ത തവണ അദ്ദേഹത്തിന് സ്പെഷ്യൽ ദർശനം കൊടുക്കും എന്ന് പറയാനുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻലി ആറ്റിറ്റ്യൂഡ് നമ്മുടെ മന്ത്രിമാർക്ക് ഉണ്ടാകുമ്പോഴാണ് സാധാരണ വിശ്വാസികൾക്കും ഭക്തർക്കും കൂടുതൽ സന്തോഷം ഉണ്ടാകുക. കാര്യം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നമ്മുടെ എല്ലാം താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുമല്ലോ എന്ന തോന്നലുണ്ടാകുക. 2, തീർച്ചയായിട്ടും കേരളത്തിന് പിണറായി സഖാവ് ഗവൺമെന്റും അല്ലെങ്കിൽ അതിന് മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി സാറിന്റെ ഗവൺമെന്റും ഇനി നാളെ വേറെ ഏതെങ്കിലും ഗവൺമെന്റ് അവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. കാര്യം നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ എക്കണോമിക്കൽ, കേരളത്തിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക രംഗത്തെ, അതായത് ഭക്തിയെല്ലാം മാറ്റി വെച്ചാൽ പറയുന്നത്, സാമ്പത്തിക രംഗത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നാണ് ശബരിമല തീർത്ഥാടനം. ഇത്രയധികം ദശലക്ഷം ഭക്തർ വരുമ്പോൾ അത് എത്രമാത്രം എക്കോണമിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്നു. 2, തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരും ദേശീയ സർക്കാരും കൂടി ഒരുമിച്ച് ഇതൊരു നാഷണൽ പിൽഗ്രിം സെന്റർ, ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറ്റാനുള്ള സ്റ്റെപ്സ് എടുക്കണം. അദ്ദേഹം നേരത്തെ വനം വകുപ്പിനെ കുറിച്ച് പറയുകയുണ്ടായി. വളരെ ശരിയായ ഒരു വിമർശനമാണ്. കാര്യം പലപ്പോഴും വനം വകുപ്പുമായിട്ട് ഒരു ഹാർമണി ഉണ്ടാക്കാൻ പറ്റാറില്ല. പക്ഷേ ഇത് ഉണ്ടാക്കേണ്ടത് ദേവസ്വം ബോർഡാണ്. അതായത് ശബരിമലയിലെ പല വികസന പ്രവർത്തനങ്ങൾക്കും
വനത്തിന്റെ എക്കോസിസ്റ്റവും ബാലൻസും ഇല്ലാതാക്കുന്നു എന്ന് പറഞ്ഞ് വനം വകുപ്പ് അതിലെന്താ പറയുക തടയിടാറുണ്ട്, ഒരു തർക്കവുമില്ല. പക്ഷേ ഇത് ആരാ പരിഹരിക്കേണ്ടത്? പ്രത്യേകിച്ച് ഭരിക്കുന്ന സർക്കാർ വളരെ സ്ട്രോങ് ആയ സർക്കാർ, നല്ല ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഈ സ്ഥലം, അതായത് വനത്തിനെ നശിപ്പിക്കാതെ, അയ്യപ്പൻ സഹ്യാദ്രിയുടെ കൂടെ ദേവനാണ്, ആ സഹ്യാദ്രിയെ നശിപ്പിക്കാതെ, അവിടുത്തെ അയ്യപ്പന്റെ കൂട്ടുകാർ കൂടിയായ അയ്യപ്പന്റെ വനത്തിന്റെ മൃഗങ്ങളെ നശിപ്പിക്കാതെ ഒരു ഡെവലപ്മെന്റിന്റെ പ്ലാൻ ഉണ്ടാകേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ? അപ്പൊ ഈ രീതിയിൽ ഇത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ള നല്ല ചിന്ത. ഞാൻ ഇനിയും നെഗറ്റീവ്ലി പറയുകയല്ല, ശരിക്കും തിരുപ്പതിയിലൊക്കെ പോയാൽ നമുക്ക് അസൂയയാണ് തോന്നുക. തിരുപ്പതി പോയവർക്കറിയാതെ കാര്യം, അതുകൊണ്ടാണ് രാഷ്ട്രീയം ഒന്നും ഇല്ലാതെ പറയുന്നത്. തിരുപ്പതി പോയാലൊക്കെ നമുക്ക് എത്ര നന്നായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്നൊരു ചിന്ത ഉണ്ടാവുക. നമുക്ക് ഒരു തരത്തിൽ വിഷമവും ഒരു തരത്തിലൊരു അസൂയ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ആ രീതിയിലേക്ക് എന്തുകൊണ്ട് ഇത് വളർത്താൻ കഴിയുന്നില്ല? ജയകുമാർ സാറിന്റെ തിരുപ്പതി മോഡൽ റിപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് എന്തുകൊണ്ട് ആ രീതിയിലേക്ക് ശബരിമല പോലെ ഒരു വേൾഡ് ക്ലാസ് പിൽഗ്രിം സെന്റർ ആയിട്ട് വളർത്താൻ കഴിയുന്നില്ല? ഫണ്ടുകളുടെ പ്രശ്നമില്ല, ഒരുപാട് പേര് ഫണ്ട് ചെയ്യാൻ റെഡിയാണ്, ഒരുപാട് പ്രമുഖ ബിസിനസ്മാൻമാരടക്കം ഇതിന്റെ വ്യത്യസ്ത കമ്മിറ്റികൾ പല കാലങ്ങളിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ക്രൗഡ് സോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരുപാട് പേര് ഒരുക്കമായിരിക്കും. അപ്പൊ എന്തുകൊണ്ട് വേണ്ട രീതിയിൽ വളർത്തുന്നില്ല? ഇത്തരം ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. രണ്ട്, ശബരിമലയുടെ വികസനം വരുമ്പോൾ ഒരു പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ റെയിൽ വേണം, തീർച്ചയായിട്ടും നമ്മുടെ എയർ പോലത്തുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ കോൺട്രവേഴ്സി ഒന്നും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ചെറുവള്ളി എസ്റ്റേറ്റിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ കോൺട്രവേഴ്സി ഒന്നും ഇല്ലെങ്കിൽ നല്ലതാണ്. പക്ഷേ ശബരിമലയ്ക്കും കൂടി അനുസ്യൂതമായ വനത്തിനെയും കൂടെ സംരക്ഷിക്കുന്ന വികസനവും കാര്യങ്ങളും വേണം. ഇതിന് സമവായം എടുക്കേണ്ടതും കൺസെൻസ് എടുക്കേണ്ടതും ഗവൺമെന്റ് തന്നെയാണ്. അവിടെയാണ് മുമ്പ് ഒരു കാലത്ത് ഒരു സജഷൻ തന്നെ വന്നിരുന്നു, ഒരു ശബരിമല ഡെവലപ്മെന്റ് അതോറിറ്റി പോലെ വേണം. കാര്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 1250 പരം അമ്പലങ്ങളുണ്ട്. ശബരിമലയാണ് ഇതിന് പലതിനെയും താങ്ങി നിർത്തുന്നത്. പക്ഷേ ശബരിമലയുടെ സ്പെഷ്യൽ കേസായിട്ട് എടുത്ത് ശബരിമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ബോർഡിന്റെ തന്നെ ഭാഗമോ അല്ലെങ്കിൽ ഒരു കമ്മിറ്റിയോ ഉണ്ടാകുകയും അതിന്റെ ഡെവലപ്മെന്റ് അറൌണ്ട് ദി ഇയർ ചിന്തിക്കണം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കിട്ടിയ, ഇപ്പൊ തമിഴ്നാടിനാണ് ശബരിമലയെ കിട്ടിയിരുന്നെങ്കിൽ അവർ കണ്ണിലെ കൃഷ്ണമണി പോലെ അതിനെ കാത്ത് ഒരുപാട് രാഹുൽ ഈശ്വർ, ഈ ചർച്ച നടക്കുന്ന സമയത്ത് ദുബായിൽ നിന്ന് ഒരു പ്രേക്ഷകൻ വാട്സപ്പ് മെസ്സേജ് അയച്ചിരുന്നു. അദ്ദേഹം ശബരിമലയിൽ ഇത്തവണ വന്നയാളാണ്. അദ്ദേഹത്തിനുണ്ടായ അനുഭവമാണ് അദ്ദേഹം ഈ വാട്സപ്പ് മെസ്സേജിൽ എനിക്ക് അയച്ചത്. അദ്ദേഹം ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. എന്താണ് താങ്കളുടെ പേര്? എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ഓക്കെ ഓക്കെ, എന്താണ് പറയാനുള്ളത്? ഇപ്പോൾ ഈ ചർച്ച കണ്ടപ്പോൾ എനിക്ക് മെസ്സേജ് കിട്ടിയത് ഞാൻ വിളിച്ചതാണ്. ഞാൻ ഡിസംബർ 14 തീയതി ശബരിമലയ്ക്ക് പോയ എന്റെ മോനെ ആദ്യമായിട്ട് ശബരിമലയിൽ നിന്ന് ഒരു 6 കൊല്ലം കുട്ടികൾ ഉണ്ടാവാതെ അവിടുന്ന് തന്ന മണി കൊണ്ട് ശബരിമല പോകാൻ വേണ്ടി 18-ാം തീയതിക്ക് വെർച്വൽ ക്യൂ കൊടുത്ത് ഇവിടുന്ന് ടിക്കറ്റ് കാശും കൊടുത്ത് വന്ന് 18-ാം തീയതി എരുമേലിയിൽ രാത്രി 12 മണിക്ക് എത്തിയപ്പോ പോലീസ് പറഞ്ഞു കടത്തിവിടില്ല. എരുമേലിയില് ആ ചെളി വെള്ളത്തില് ഞങ്ങള് 6 ആള്, ഞാൻ, എന്റെ കുഞ്ഞുമോൻ, എന്റെ അമ്മ 70 വയസ്സായത്, ഒരു 2 എന്റെ അമ്മമാര്, ഇവരെല്ലാവരും കൂടി എരുമേലിയില്. അവിടുത്തെ സൗകര്യം അറിയാലോ, പാർക്കിങ്ങില് ഈ സ്ത്രീകൾ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. പോലീസ് പറയുന്നത് 11 മണിയാവാണ്ട് നിലയ്ക്കലേക്ക് വിടില്ല. പിന്നത്തെ ദിവസം 19-20-ാം തീയതി, കാരണം ഫുള്ളാണ് പമ്പ. അത് കഴിഞ്ഞ് 11 മണിക്ക് നിലയ്ക്കലിൽ നിന്ന് വിട്ടാലും പമ്പ വരെ ക്രോസിംഗ് ആണ്. ഞങ്ങൾ പന്തളത്ത് പോയി മാലൂരി, എന്റെ വളരെ വിഷമത്തിലാണ്. ഇത്രയും പൈസ ചെലവാക്കി വന്നിട്ട് എന്നിട്ട് ആളവിടെ ഇരുന്ന് പറയുന്നത് അങ്ങനെ ഒരാൾക്ക് സംഭവം ഉണ്ടായിട്ടില്ലായിരുന്നു. ഇവരെന്താണ് ഇങ്ങനെ കണ്ണടച്ച്, എന്തിനാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്? അങ്ങനെയാണ് ഈ വെർച്വൽ, ഞാൻ എന്നിട്ട് കൺസ്യൂമർ കോർട്ടിൽ പോയി ഈ വെർച്വൽക്ക് കൊടുത്ത ആൾക്കാർക്ക് ദർശനം കിട്ടാത്തതിനെതിരെ. അപ്പൊ അവര് പറഞ്ഞു ഹൈക്കോടതി ദേവസ്വം, എനിക്കിവിടെ ലീവില്ല, ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെ സമീപിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല, ദേവസ്വം ബെഞ്ച് ചെയ്യണ്ടേ തീരുമാനം. ഞങ്ങൾ വെർച്വൽക്ക് കൊടുത്തിട്ട് ലീവ് എടുത്ത് ടിക്കറ്റ് എടുത്ത് അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ദർശനത്തിന് പറ്റിയില്ല. പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല. 50 രൂപ ഉണ്ടായിരുന്ന പാർക്കിംഗ് 150 രൂപയാണ് എരുമേലിയിൽ മേടിക്കുന്നത്. ഇപ്പൊ ചോദിച്ചപ്പോ പറയുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കണം, ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങളൊരു ഇന്നോവ കാറിൽ 6 പേര് പോയി. എന്റെ അനുഭവം ഇവര് പറയുന്നത് നോണയാണ്. ഇതേമാതിരി ആയിരക്കണക്കിന് ആൾക്കാർ പന്തളത്ത് ഞാൻ അന്ന് കണ്ടു. അവരവിടെ ആഴി കൂട്ടിയിട്ടുണ്ടായിരുന്നു, ഇതുണ്ടായിരുന്നു. എന്റെ കന്യായ്യപ്പനായിരുന്നു എന്റെ മോൻ. ഇത്രയും വഴിപാട് ചെയ്ത് മണി കൊണ്ട് കെട്ടാൻ പോയിട്ട് എനിക്ക് പറ്റിയില്ല സാറേ. ഇവര് ചെയ്യുന്നത് വൃത്തികേടാണ് ശബരിമല. ദേവസ്വം മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് അങ്ങനെ മാലയൂരി എന്ന് പറയുന്നവർ കപട ഭക്തരാണെന്നാണ്. ഇപ്പോൾ ശ്രീ കെ അനിൽകുമാർ ഇവിടെ പറഞ്ഞിരുന്നു, അങ്ങനെ തെളിവ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. തെളിവുണ്ട്. ഞാൻ 18-ാം തീയതി വന്ന് വെർച്വൽക്ക് കൊടുത്ത റെസീറ്റ് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. അവരെ എനിക്ക് നഷ്ടപരിഹാരം തരുമോ? എന്ത് നഷ്ടപരിഹാരം? എന്റെ വിശ്വാസമാണ് അത്. എന്റെ മോനെ ആദ്യമായിട്ട് അയ്യപ്പനെ 18-ാം പടി കയറേണ്ട എന്റെ മകനെ 17 മണിക്കൂർ ക്യൂ നിർത്തിയിട്ട് അവിടെ തൊഴാൻ പറ്റുള്ളൂ. ഉച്ചയ്ക്ക് പിന്നത്തെ 19-ാം തീയതി എത്തി എന്നോട് പറയണത് ശബരിമല ഫുൾ. നിങ്ങൾ അന്നത്തെ ന്യൂസ് നോക്കൂ. 19-ാം തീയതി ഞാൻ പറയുന്ന ഡേറ്റ് നോക്കൂ. 19, 20, 17 മണിക്കൂർ ക്യൂ ആണ്. എന്റെ മോന് 7 വയസ്സായിട്ടുള്ളൂ. എന്റെ കുട്ടികൾ 70 വയസ്സായി. ശ്രീ അനിൽകുമാർ, ഇത് ആവർത്തിച്ച് ഇവിടെ പറഞ്ഞിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ് ഈ ദൃശ്യങ്ങൾ. അനിൽകുമാർ അദ്ദേഹം ഇത് സംഭവിച്ചിട്ടില്ല ഇതുവരെ. ശരി, പറഞ്ഞു മഞ്ജുഷേ, ഞാനും ചോദിക്കട്ടെ.
നമ്മൾ മലയാളികളല്ലേ ഡിസംബർ മാസം 17-ാം തീയതി 18-ാം തീയതി എവിടെ മഴയുള്ളത് കേരളത്തിൽ? അപ്പോൾ ഇത്തവണ മഴ വന്നു. ഡിസംബർ മാസം 17-ാം തീയതി 18-ാം തീയതി മഴ വന്നു. അതിന് നിങ്ങൾ എവിടേക്കാണ് പോണത്? ശബരിമലയിലേക്കാണ് പോണത്. മലയാണ് അവിടെ. സ്വാഭാവികമായി അവിടെ ചെള്ള വന്നതിന് ആരൊക്കെ ഉത്തരവാദിത്തം? ഡിസംബർ മാസത്തിൽ കേരളത്തിൽ വയനാടാണോ വരൾച്ചയാണോ? ഞാൻ എരുമേലിയിലെ പറഞ്ഞ മലയിലേക്ക് അപ്പോൾ ഞാൻ പറയട്ടെ, എന്റെ വാദം ഒന്ന് പറയട്ടെ. ഞാൻ പറയട്ടെ, അതന്നെ എരുമേലി കേരളത്തിലാണ്. ദയവായി കേൾക്കട്ടെ, അത് എന്നോട് പറയാം. ദയവായി കേൾക്കട്ടെ, ദയവായി കേൾക്കൂ. അനിൽ, ആരും തിരിച്ചു പോയി ആരും മാല ഊരിയിട്ടില്ല എന്ന് താങ്കളുടെ വെല്ലുവിളി ഉണ്ടായിരുന്നു. നേരിട്ടുള്ള ഉദാഹരണം ഞാൻ മറുപടി പറയട്ടെ. ദുബായ്ക്കാരന് ഞാൻ മറുപടി പറയാം. ഒരു കാര്യം, ദുബായ്ക്കാരന് ഞാൻ മറുപടി പറയാം. ദുബായ്ക്കാരന് മറുപടി പറയാം. അനിൽകുമാർ, ദയവ് ചെയ്ത് അങ്ങേക്ക് മനുഷ്യത്വമുണ്ടെങ്കിൽ അദ്ദേഹത്തോട് അലമ്പുണ്ടാക്കാതെ ഒരു കാര്യം ഞാൻ പറയാം. ഒരു ചാനലില് അനിൽകുമാർ, ഇത് ശരിയല്ല. മര്യാദ ഉണ്ടെങ്കിൽ ഒരു ചാനലിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇറക്കരുത്. ഞാൻ പറയാം. ഞാൻ പറയട്ടെ. എന്റെ കാര്യം പറയട്ടെ. സമ്മതിക്കില്ല. ശ്രീ കെ അനിൽകുമാർ ആ ഒരു പരാമർശം സമ്മതിക്കില്ല. ഞാൻ എന്റെ വാട്സ്ആപ്പ് മെസ്സേജ് അങ്ങോട്ട് അയച്ചു തരാം. ഈ അനിൽകുമാർ എന്ന വ്യക്തി എനിക്ക് അയച്ച വാട്സ്ആപ്പ് മെസ്സേജ് താങ്കൾക്ക് ഞാൻ അയച്ചു തരാം. എനിക്ക് ഈ വ്യക്തി അറിയില്ല. അദ്ദേഹം ഈ ചർച്ച ചെയ്ത് വാട്സപ്പിൽ എനിക്ക് സന്ദേശമാണിത്. അപ്പോഴാണ് ഈ അനിൽകുമാറിനെ അങ്ങോട്ട് വിളിക്കുന്നത്. എന്ന് പറയരുത്. ഞാൻ പറയട്ടെ സാർ. ശരി, അങ്ങനെയാണ്. ഞാൻ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ ചോദ്യത്തിന് ചോദ്യം വേണ്ട ഞാൻ ചോദിക്കട്ടെ. എന്റെ ചോദ്യം കേക്ക്. എന്റെ ചോദ്യം, ഡിസംബർ മാസം 18-ാം തീയതി മഴ പെയ്താൽ അതിന്റെ ഭാഗമായി ശബരിമല ദർശനത്തിന് തടസ്സം വരുമോ? അതിന്റെ ഭാഗമായി അവിടെ തങ്ങുന്ന ആളുകൾ താഴേക്ക് ഇറങ്ങുന്നതിന് താമസം വരുമോ? നിങ്ങളെ ഒരു കോമൺ സെൻസ് വേണ്ടേ? ലക്ഷക്കണക്കിന് ആളുകൾ ശബരിമല കയറിയിരിക്കുക. കടുത്ത മഴ വന്നു. ശബരിമല അമ്പലത്തിനകത്തും അവിടുത്തെ സൗകര്യങ്ങളിലും വിരിവെച്ചിരിക്കുന്ന ആളുകൾ മഴയത്ത് പുറത്തിറങ്ങും. ഞാൻ പറയട്ടെ. നിങ്ങൾ ഇവിടെ പറഞ്ഞു ചെള്ളയാണ്. ചെള്ളയാണ്. ഞാൻ പറയട്ടെ. ചെള്ള വരുന്ന എങ്ങനെയാ? എരുമേലി ചെള്ള വന്ന എങ്ങനെയാ? രണ്ട് അനിൽകുമാർമാരും പറയുന്നത് കേൾക്കൂ. ഒരൊറ്റ കാര്യം മാത്രം. ദുബായിൽ നിന്ന് വിളിക്കുന്ന അനിൽകുമാറിനോടാണ്. ദുബായിൽ ഒരു സെക്കൻഡ് സാർ, പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യം അല്ലല്ലോ. ഞാനൊന്ന് പറയട്ടെ, അത് കഴിഞ്ഞ് പറഞ്ഞു. ഞാനൊരു വാക്ക് പറയട്ടെ. എന്റെ പോയിന്റ് ഇത്രേ ഉള്ളൂ. ശബരിമലയില് എരുമേലിയില് വെള്ളം ചെളി വന്നു എന്ന് പറഞ്ഞു. ഈ ഡിസംബർ മാസത്തിലെ ഉണക്കിൽ അവിടെ എങ്ങനെ ചെളി വന്നു? ചെളി വരാൻ കാരണം മഴയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് കടുത്ത മഴ വന്നുകൊണ്ടല്ലേ അവിടെ ചെളിയായത്. അല്ലെങ്കിൽ ആരെങ്കിലും വെള്ളം കൊണ്ടുവച്ചു? അല്ലല്ല, അതൊക്കെ നിങ്ങൾ കഥ പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം പറയും. പറഞ്ഞോളൂ. ഈ വെള്ളം ആര് കൊണ്ടൊഴിച്ചു? എരുമേലി വെള്ളം കൊണ്ടൊഴിച്ചാരാ? എരുമേലി വെള്ളം കൊണ്ടൊഴിച്ചാരാ? ദുബായിൽ നിന്ന് വിളിച്ച അനിൽകുമാർ പറയുന്നു. ഒന്നുകൂടി കേൾക്കൂ. ശ്രീ കെ അനിൽകുമാർ, ഒരു സെക്കൻഡ് താങ്കളൊന്നും മിണ്ടാതിരിക്കൂ. ദുബായിൽ നിന്ന് വിളിച്ച അനിൽകുമാർ സംസാരിക്കട്ടെ. അല്ല, ആള് വാർത്ത പറഞ്ഞുകൊണ്ടിരിക്കാണ്. ഒരാളുണ്ടോന്ന്. ഞങ്ങൾക്ക് അവിടെ ഭക്തരായിട്ടാണോ ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ട് വിമാന ടിക്കറ്റ് എടുത്ത് ശബരിമലയ്ക്ക് വന്നത്? ഞാൻ പറഞ്ഞ എന്താ, എരുമേലിയില് 150 രൂപയ്ക്ക് ഒരു സൗകര്യം ചെയ്തിട്ടില്ല. എരുമേലിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ് 11 മണിയാ ഓടുന്ന ഞങ്ങൾ രാത്രി 12 മണിക്ക് അവിടെ എത്തിയതാണ് മഞ്ജുഷ്.
പിന്നത്തെ ദിവസം രാവിലെ 11 മണിക്കേ വിടുള്ളൂ എന്ന്. ഇതിനേക്കാളും കൂടുതൽ തിരക്കുള്ള സമയത്ത് ഞങ്ങൾ ശബരിമല പോയിട്ടുണ്ട്. ഈ പിണറായി വിജയൻ ഭരിക്കുന്നേക്കാളും മുന്നേ ഞങ്ങൾ ശബരിമല പോയിട്ടുണ്ട്. ഇതിനും തിരക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത്ര സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഇത് ഒരു പ്രശ്നമില്ലാണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ടായിരുന്നു. ശ്രീ കെ അനിൽകുമാർ ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു അനിൽ. അവിടെ മഴയുള്ള ദിവസമായിരുന്നു. മഴയുള്ള ദിവസം പിന്നെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചിരുന്നു. മഴയുള്ള ദിവസം എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചിരുന്നു. കെ അനിൽകുമാർ ചോദിച്ചിരുന്നു. അതിനുള്ള മറുപടി കൺട്രോളിന് പുറത്താണ്. എന്നിട്ട് അദ്ദേഹം പിണറായി വിജയന്റെ തല പരവെക്കുക. അദ്ദേഹം പിണറായി വിജയനെ ആക്രമിക്കുകയാണ്. ഇത് രാഷ്ട്രീയമാണ്. മഴ വന്നു കഴിഞ്ഞാൽ നാടകമാണ്. ആ നാടകമാണ് നിങ്ങളുടെ നാടകം, ഞങ്ങളുടെ നാടകമല്ല. അങ്ങനെ പറയരുത്. പിണറായി വിജയനെ ആക്രമിക്കാൻ വന്നിട്ട് എന്നെ കൂട്ടണ്ട. നിങ്ങളുടെ സന്ധ്യ രാഷ്ട്രീയം. എരുമേലിയിൽ മഴ പെയ്തെങ്കിൽ, ശബരിമല മഴ പെയ്തെങ്കിൽ, ശബരിമല മഴ പെയ്തെങ്കിൽ പിണറായി വിജയന്റെ ഉത്തരവാദിത്തമാണ്. അനിൽകുമാറെ, ശബരിമല മഴ പെയ്ത് പിണറായി വിജയന്റെ ഉത്തരവാദിത്തം. ശബരിമല മഴ പെയ്ത് പിണറായി വിജയന്റെ ഉത്തരവാദിത്തമാണോ? നിങ്ങൾ പറഞ്ഞു വെച്ചിട്ട് ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളെ എനിക്കറിയില്ല. ഒരാളുണ്ടോന്ന് ചോദിച്ചോ? ഞങ്ങൾ അപകടഭക്തരാണോ? നിങ്ങൾ പറഞ്ഞു അവിടെ ചെള്ളയാണ്. ഒരാളുണ്ടോ ഞാൻ ചോദിച്ചു. ശരി ശരി, എനിക്ക് വേദന. നിങ്ങൾ കപടഭക്തനാണ്. നിങ്ങൾ കപടഭക്തനാണ്. നിങ്ങൾ കപടഭക്തനാണ്. നിങ്ങൾ രാഷ്ട്രീയം നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞു. നിങ്ങൾ മുഖ്യമന്ത്രി ആക്രമിച്ചു. ഒരു കാര്യം മഴ പെയ്തുകൊണ്ട് പറ്റിപ്പോയി. നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. മഴ പെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. മഴ പെയ്തുകൊണ്ട് പോകാൻ പറ്റിയില്ല. അത് അത്ര ഉള്ള കാര്യം. മഴ പെയ്തു, ഡേറ്റിലായിരുന്നു, നിങ്ങൾ പെട്ടെന്ന് ഡിസംബർ 18 മഴയായിരുന്നു എന്ന് നോക്കാം. അനിലെ, കോട്ടയം ഭാഗത്ത് മഴയായിരുന്നു. എന്റെ ചോദ്യം 18-ാം തീയതിയാണോ ബുക്ക് ചെയ്യുന്നത്? 18-ാം തീയതി പറഞ്ഞാൽ 18-ാം തീയതിയാണോ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്യുന്നത്? വെർച്വൽ ക്യൂ നേരത്തെ ബുക്ക് ചെയ്യാമല്ലോ. വെർച്വൽ ക്യൂ നേരത്തെ ബുക്ക് ചെയ്യാമല്ലോ. 9-ാം തീയതിയിലേക്ക് ബുക്ക് ചെയ്തു എന്നാണ്. നേരത്തെ ബുക്ക് ചെയ്യാമല്ലോ. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ല. മഴ വന്നു, പോകാൻ പറ്റിയില്ല. അത്രയുള്ള കാര്യം. അതിന് മുഖ്യമന്ത്രി ആക്രമിക്കണ്ട. ഞാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് മഴ വന്നു, നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടായി. യാഥാർത്ഥ്യമാണ്. ശ്രീ കെ അനിൽകുമാർ അദ്ദേഹം നവംബറിലെ ബുക്ക് ചെയ്തു. അത് ഡിസംബർ 19-ലേക്ക് അദ്ദേഹം ബുക്ക് ചെയ്തു എന്നാണ് പറഞ്ഞത്. അല്ലെ 19 ബുക്ക് ചെയ്തു. നവംബറിൽ ബുക്ക് ചെയ്തു. ഞാൻ 14-ാം തീയതി ദുബായിന്ന് വന്നു. അത് കഴിഞ്ഞ് അപ്പോളോ ഹോസ്പിറ്റലിൽ ഒരു ആൻജിയോഗ്രാം കഴിഞ്ഞ് എനിക്കൊരു നെഞ്ചുവേദന വന്ന്, അത് കഴിഞ്ഞിട്ട് തിങ്കളാഴ്ച വൈകിട്ട് കെട്ട് നിറച്ച് ചൊവ്വാഴ്ചയായിരുന്നു എനിക്ക് കിട്ടിയത്. ഞാൻ അവിടുത്തെ പോലീസ്, അവിടുത്തെ PRA, ഈ ശബരിമല PROയുടെ നമ്പർ എനിക്ക് കിട്ടിയ ആളെ വിളിച്ച് മഴ വന്നു സാർ, ക്ഷമിക്കുക. മഴ വന്നില്ല സാർ, മഴ വന്നില്ല. അന്ന് മഴയില്ല, പക്ഷെ ചെളിയാണ്. ചെളിയാണ് പാർട്ടി. നിങ്ങൾ ഒരു കാര്യം, ഡിസംബറിൽ എന്തൊരു മഴയായിരുന്നു. പാർക്കിംഗ് ചെളിയാവാനുള്ള കാരണം ആളുകൾ മൂത്രമൊഴിച്ചിട്ടാണ് അവിടെ. ഞാൻ പറയാം, ആളുകൾക്ക് സൗകര്യം ഉണ്ടോ ടോയ്ലറ്റിന്? നിങ്ങൾ പോയി നോക്കൂ. കോട്ടയത്ത് ഡിസംബർ 12 എന്ത് മഴയായിരുന്നു? ഞാൻ പറയാം, കോട്ടയത്ത് ഡിസംബർ 12 മഴ, നവകേരള സദസ്സിന് പാലായിലെ മഴ എന്ത് മഴയായിരുന്നു? പാലായിലെ മഴ ഞാൻ പറയാം. ഈ ഡിസംബറിലെ മഴ, ഈ പാലായിലെ മഴ ഞാൻ അനുഭവിച്ച മഴയാണ്. ആ പല ദിവസങ്ങൾ പെയ്തിട്ടുണ്ടാവും. അതിന്റെ ഭാഗമായി പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും ഗവൺമെന്റിനെ ആക്രമിക്കാൻ, മുഖ്യമന്ത്രിയെ ആക്രമിക്കാൻ നിങ്ങൾ ഉപയോഗിക്കരുത്. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. നിങ്ങൾ രാഷ്ട്രീയം കളിച്ചോണ്ട് ഞാൻ തുറന്നു പറഞ്ഞു. അതെ അതെ അതെ, അത് നീ ശരി 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 ശരി, നന്ദി അനിൽകുമാർ ഫ്രം ദുബായ് വിളിച്ചതിന് നന്ദി. അനിൽകുമാർ ഫ്രം ദുബായ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഈ ദുബായിൽ നിന്ന് വിളിച്ച അനിൽകുമാർ എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചതാണ്. എനിക്ക് ഈ അനിൽകുമാറിനെ പരിചയമില്ല. അദ്ദേഹം പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസനീയമാണ്. കാരണം അദ്ദേഹത്തിന്റെ അനുഭവം അദ്ദേഹം പങ്കുവെച്ചത്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും എനിക്കറിയാം. ശരി ശരി ശരി, താങ്കൾ അങ്ങനെ വിശ്വസിക്കാം. ശ്രീ രാഹുൽ രാഹുൽ ദയവായി ശ്രദ്ധിക്കണം ഒരു കാര്യം. അത് ദുബായിനെ എന്ന് വിളിക്കുന്ന ശ്രീ അനിൽകുമാറിനോടാണ്. ഒരു ഭക്തൻ എന്ന നിലയിൽ അങ്ങയുടെ വേദനയോട് പൂർണ്ണമായിട്ടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എനിക്ക് ഒരു 7 വയസ്സുള്ള മോനാണ്. അവനെ കന്യായപ്പനായിട്ട് കൊണ്ടുപോകാനുള്ളതാണ്. അങ്ങയ്ക്ക്, അങ്ങയുടെ അമ്മയ്ക്ക്, കൂടെയുള്ള 2 മുതിർന്ന സ്ത്രീകൾക്ക് അങ്ങയ്ക്ക് നേരിട്ട ആ ബുദ്ധിമുട്ടിന് ഒരു വിശ്വാസി എന്ന നിലയിൽ, അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ വിഷമവും വേദനയുണ്ട്. അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ സഹായം വേണമെങ്കിൽ അയ്യപ്പ സേവാ സംഘങ്ങളെയോ ഭക്തജന സംഘടനകളെയോ ഒക്കെ വിളിക്കുകയാണെങ്കിൽ നമ്മളാൽ കഴിയുന്ന എന്തെങ്കിലുമൊക്കെ സപ്പോർട്ട് അങ്ങേക്ക് നൽകാം. അങ്ങേക്ക് അങ്ങനെ ഒരു ദർശനം കിട്ടാത്തതിൽ വളരെ വിഷമമുണ്ട്. നമുക്കൊരു തർക്കത്തിലേക്കോ അല്ലെങ്കിൽ AO BO CO അല്ല,
ഇത്തവണ ഒരുപക്ഷെ അതായിരിക്കും ദൈവം കരുതിയത്. അതുകൊണ്ട് അങ്ങയുടെ ആ വിഷമത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അങ്ങനെ ഒരു ഇനി രണ്ട് നമ്മുടെ മുഖ്യമന്ത്രി എന്തിനാ ആക്രമിക്കുന്നത്? അതാ പറഞ്ഞേ, നമ്മുടെ അനിൽകുമാർ സാറിനോടാണ് മഴ പെയ്തതിന് മുഖ്യമന്ത്രി ആക്രമിക്കുന്നത് കാര്യം അല്ലല്ല. എന്റെ ചോദ്യം, മഴ പെയ്തതിന് മുഖ്യമന്ത്രി ആക്രമിക്കാവോ? മഴ പെയ്തതിന് മുഖ്യമന്ത്രി ആക്രമിക്കാവോ? ആയിക്കോട്ടെ, രാഹുലെ, മഴ പെയ്തതിന് മുഖ്യമന്ത്രി ആക്രമിക്കാവോ? മഴ പെയ്തതിന് മുഖ്യമന്ത്രി ആക്രമിക്കുന്ന എന്ത് ഭക്തി? മഴ പെയ്തതിന് മുഖ്യമന്ത്രി ആക്രമിക്കുന്ന എന്ത് ഭക്തി? മറുപടിയാണ് അതാണ് പറയുന്നത്. അത് അതല്ലേ വെള്ളം ഉണ്ടായത്. മുഖ്യമന്ത്രി ആക്രമിക്കില്ല, രാഷ്ട്രീയം പറഞ്ഞ് സംസാരിക്കില്ല. അത് മഴ അന്വേഷിക്കാം. അല്ലെ, നിൽക്കുവാ. മഴ പെയ്യാൻ എന്താ, മഴ പെയ്യിക്കാൻ അദ്ദേഹം പറഞ്ഞതാ. വിജയൻ ഋഷ്യശൃംഖൻ അല്ല. കേൾക്കേണ്ട ഒരു കാര്യം, അങ്ങ് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ ഡിബേറ്റിനും ഫസ്റ്റ് നേടിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ നമ്മുടെ ആ കോളേജിലെ ഒരു ഡിബേറ്റ് മത്സരം അല്ലല്ലോ. ഒരു ഞങ്ങളോടോ അല്ലെങ്കിൽ ശ്രീ RV ബാബുവിനോടോ പ്രത്യേകിച്ച് ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയം കൂടി ഉള്ളതുകൊണ്ട് അങ്ങ് ആക്രമിക്കൂ. പക്ഷെ ഒരു ഭക്തൻ വിളിക്കുമ്പോ നിങ്ങൾക്ക് അങ്ങനെ സംഭവിച്ചതിൽ വിഷമമുണ്ട്, കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കാം. തോന്നുന്നു അങ്ങ് ഈ രീതിയിൽ ഒരു ഭക്തനെ കപടഭക്തനല്ല. അവിടെ ചേരുമായിരിക്കും. പക്ഷേ ആക്രമിച്ചിട്ടില്ല. ദയവായി കേൾക്കൂ പറയൂ സർ, ദയവായി കേൾക്കൂ രാഹുൽ, ദയവായി കേൾക്കൂ. അദ്ദേഹം പറഞ്ഞൊരു കളവ് ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു അവിടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ചെള്ളയാണ്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ചെള്ളയാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പറഞ്ഞു അത് മഴ കാരണമാണ്. മഴ കാരണമാണെങ്കിൽ ദർശനം താമസിക്കും. ഇത്രയും ഞാൻ യുക്തി പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മൂത്രം ഒഴിച്ച ചെള്ളയാണ്. എരുമേലിയിൽ മൂത്രം ഒഴിച്ച ചെള്ള അങ്ങനെ ഉണ്ടോ? വസ്തുതാപരമായി അദ്ദേഹം കളവല്ലേ പറഞ്ഞേ? കളവ് പറയുന്ന ഒരാളെങ്ങനെ അയ്യപ്പ ഭക്തനാവും? രാഹുൽ തന്നെ ആലോചിക്കുക. അദ്ദേഹത്തോട് ബഹുമാനിക്കാൻ ഞാൻ. പക്ഷെ അദ്ദേഹം കള്ളം പറഞ്ഞില്ലേ ഈ ചർച്ചയില്? അവിടുത്തെ അയ്യപ്പ ഭക്തന്മാരെല്ലാം മൂത്രം ഒഴിച്ചിട്ട് ചർച്ചയിൽ കള്ളം പറഞ്ഞാൽ മറുപടി പറയും. ശരി, RV ബാബു, ചർച്ചയിൽ കള്ളം പറയരുത്, കള്ളം പറയരുത്. എനിക്ക് പറയാനുള്ളത്, അങ്ങേയറ്റം അപഹാസ്യമായ പരിഹാസ്യമായ വാദമുഖങ്ങൾ ഒരിക്കലും ഒരു രാഷ്ട്രീയ നേതാവിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിൽ ഒരു ഭക്തനെ വീണ്ടും വീണ്ടും അപമാനിക്കുകയാണ് അനിൽകുമാർ. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മനുഷ്യത്വം ശേഷിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം മൂത്രമൊഴിച്ചതാണ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നോക്കൂ, ഈ എത്ര അപഹാസ്യമായിട്ടുള്ള വാദമുഖങ്ങളാണ് അനിൽകുമാർ ആ ഭക്തനെതിരെ ചൊരിയുന്നത്. മഴ പെയ്തു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇനി മഴ ശബരിമലയിൽ ആദ്യമായിട്ട് പെയ്യുന്ന കാര്യം. ശബരിമലയിൽ മഴ പെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ പറയട്ടെ സാർ പറയട്ടെ സാറ്, ഞാൻ പറയുന്നത് കേൾക്കൂ. മഴ ആദ്യമായിട്ടാണോ ശബരിമല മഴ പെയ്യുന്ന ദിവസമൊക്കെ എരുമേലി വരെ ക്യൂ ആണോ? പറയുന്നത് കേൾക്കൂ. പറയുന്നത് കേൾക്കൂ. അദ്ദേഹം മഴ പെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് എരുമേലിയിൽ ചള്ളയായിരുന്നു എന്നാണ്. അതിന്റെ അർത്ഥം വേറെ ഒന്നുമല്ല. മഴ പെയ്തിട്ടോ അല്ലാതെയോ, ഇപ്പോ എരുമേലിയിൽ പോയവർക്കറിയാം അവിടെ പ്രാഥമിക സൗകര്യങ്ങൾ പോലും നിർവഹിക്കാൻ ഉണ്ടായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വന്നതിന്റെ അർത്ഥം. അവിടെ മൂത്രമൊഴിച്ച് ചളമായതാണെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാൻ പോലും അവിടെ സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എരുമേലിയിലും ഭക്തജന തിരക്കായിരുന്നു. പ്രാഥമികമായ സൗകര്യങ്ങൾക്ക് അസൗകര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലും നിർവഹിച്ചത് ഇവരൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലായിരുന്നു. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. വാക്കിൽ പിടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കരുത്. അനിൽകുമാർ തുടക്കം മുതൽ പറയുന്നത് എന്താ? ഈ ചർച്ചയിൽ തുടക്കം മുതൽ അദ്ദേഹം ഓരോ വാദത്തിൽ നിന്ന് മാറി മാറി വരികയാണ്. കെ രാധാകൃഷ്ണൻ പറഞ്ഞു കപടഭക്തന്മാരാണെന്ന് പറഞ്ഞു. അവിടെ വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു, പന്തളത്ത് വന്ന ആളുകൾ കപടഭക്തന്മാരാണ് എന്ന് പറഞ്ഞാൽ അനിൽകുമാർ വന്നതിന് തെളിവെന്താണെന്നാണ്. അപ്പോൾ അതിനൊന്നും വ്യക്തമായ ഉത്തരവില്ല. വ്യക്തമായ ഉത്തരം പറയാൻ കഴിയുന്നില്ല. ഇവിടെ അടിസ്ഥാന പ്രശ്നത്തിൽ നിന്ന് തന്നെ തിരിച്ചുവിടുകയാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അനിൽകുമാർ ചെയ്യേണ്ടത്, ആ ഒരു സാധാരണക്കാരനായ ഭക്തൻ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ട ആ ബുദ്ധിമുട്ട്, അദ്ദേഹത്തെ കപടഭക്തൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ച ആ കാര്യത്തിൽ അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഒരു പ്രവാസിയാണല്ലോ. 10 രൂപ കേരളത്തിന് വരുമാനം ഉണ്ടാക്കി തരുന്ന ആളാണല്ലോ. അപ്പോൾ ആ മനുഷ്യനോട് മര്യാദയോടെ പെരുമാറാനും അദ്ദേഹത്തോട് ഒരു ക്ഷമായാചനം നടത്താനുള്ള ഒരു സാമാന്യ മര്യാദയ്ക്ക് പകരം
എത്ര ഉരുണ്ടുകളിയാണ് അദ്ദേഹം നടത്തുന്നത്. പക്ഷേ ശ്രീ കെ. മഴ അനിൽകുമാർ പെയ്തു പറഞ്ഞ മഴ ശ്രീ പെയ്തു ആർ. മഴ ബി. പെയ്തു എന്നാണ്. ഈ വിളിച്ചയാൾക്ക് രാഷ്ട്രീയം പറയാനുള്ള ന്യായമാണോ ഉണ്ടായിരുന്നു. അനിൽകുമാർ? വിളിച്ചയാൾക്ക് മഴ രാഷ്ട്രീയം ആദ്യമായിട്ടാണോ ശബരിമല ഉണ്ടായിരുന്നു. പെയ്യുന്നത്? വിളിച്ചയാൾ മുഖ്യമന്ത്രിക്കെതിരെ സംസാരിച്ചത് അതുകൊണ്ടാണ് കെ. അനിൽകുമാർ ഇടപെട്ട് അങ്ങനെ പറഞ്ഞതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം. ശ്രീ ആർ. ബി. അത് മഞ്ജുഷേ, അദ്ദേഹം തുടക്കത്തിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. മറിച്ച് മഴ പെയ്ത് അല്ലല്ല അനിൽകുമാറെ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. അദ്ദേഹം തുടക്കത്തിൽ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന്റെ വിവരണത്തിൽ ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അല്ല, മുഖ്യമന്ത്രി ആക്രമിച്ചത് അനിൽകുമാർ അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു, കള്ളം പറഞ്ഞ് പ്രകോപിപ്പിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആക്രമിച്ചത്. അനിൽകുമാർ പറഞ്ഞു, മഴ പറയാൻ കൊള്ളാവുന്ന, ചർച്ചയിൽ പറയാൻ കൊള്ളാവുന്ന, നിങ്ങളാണ് കള്ളം പറഞ്ഞത്, ഞാൻ കള്ളം പറഞ്ഞില്ല. ചർച്ചയിൽ പറയാൻ കൊള്ളാവുന്ന ന്യായമാണ്. ഞാൻ ചോദിക്കുന്നത്, ഞാൻ പറയട്ടെ വീണ്ടും വീണ്ടും പറഞ്ഞു മഴ പെയ്തിട്ടില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെളിയായിരുന്നു പറഞ്ഞാൽ അത് മഴ കൊണ്ടല്ല ചെളിയായിരുന്നു. ആ വിഷയം വിടൂ, കള്ളം പറഞ്ഞത് അത് പോട്ടെ. പിന്നെ എന്തുകൊണ്ടാണ് നേതാവിന് ശബരിമലയിലെ തിരക്കിന്റെ കാരണം മഴയാണ് എന്നൊക്കെ പറയുന്ന എത്ര അപഹാസ്യമായ വാദമാണെന്ന് തിരിച്ചറിയണം. ഞാൻ അങ്ങനെ അല്ലല്ലോ ശബരിമലയിലെ അനുഭവം വെച്ച് നോക്കുമ്പോൾ മഴയായതുകൊണ്ട് തിരികെ അയച്ചിട്ടില്ല ആ ദിവസങ്ങളിൽ. അനിൽകുമാർ സാർ ഒരു റിക്വസ്റ്റ് പറഞ്ഞു. അല്ല മഞ്ജുഷേ, ഞാൻ പൂർത്തിയാക്കട്ടെ. അനിൽകുമാർ, അടുത്ത വാദകത്തിലേക്ക് പോകാം. എനിക്ക് മറുപടി പറയണ്ട. അനിൽകുമാർ പറയുന്നത് എന്താ? അല്ലല്ല, അനിൽകുമാർ ദീർഘനേരം സംസാരിച്ച ഒരാളാണ്. അനിൽകുമാർ ഈ ചർച്ചയിൽ ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചർച്ച ചെയ്തത് അനിൽകുമാറാണ്. ഇനി ഞാൻ അതിന്റെ മറുപടി പറയാം. അനിൽകുമാർ കുറെ ആരോപണങ്ങൾ പറഞ്ഞു. കേന്ദ്ര ഗവൺമെന്റും അവയായിട്ട് ബന്ധപ്പെട്ട് വനഭൂമിയുമായി ബന്ധപ്പെട്ട് അവിടെ സൗകര്യങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കണം. അനിൽകുമാർ വരാൻ തയ്യാറുണ്ടോ? അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അനിൽകുമാറെ, നാളിതുവരെ ഇപ്പോ എൻവയറമെന്റ് ആൻഡ് ഫോറസ്റ്റ് മിനിസ്റ്ററുടെ പേരറിയാമോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്കറിഞ്ഞു? കാരണം നമ്മൾ ആരും പോയിട്ട് കേന്ദ്ര സർക്കാരിന്റെ ഒരു കേരളത്തിൽ നിന്ന് ഒരു പ്രതിനിധി സംഘം, മന്ത്രിതല സംഘം, പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നാളിതുവരെ വനം വകുപ്പിനെ സമീപിച്ചിട്ടുണ്ടോ? ഒരു കത്ത് എഴുതിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് ഈ ക്ഷേത്രത്തിന് ആവശ്യമായിട്ടുള്ള ഭൂമി വിട്ടുതരണം. ഒരു കത്ത് എഴുതിയിട്ടുണ്ടോ? ഒരു പ്രതിനിധി സംഘം പോയി കണ്ടിട്ടുണ്ടോ? ഒരു ആവശ്യമായിട്ട് വെറുതെ രാഷ്ട്രീയമായ ആരോപണങ്ങൾ ചർച്ചയിൽ വന്ന് വനഭൂമി കിട്ടണം എന്ന് പറഞ്ഞാൽ മതിയോ? വനഭൂമി കിട്ടാൻ വേണ്ടി എന്ത് നടപടികളാണ് ചെയ്തിട്ടുള്ളത്? എന്ത് നടപടികളാണ്? എരുമേലി വിമാനത്താവളത്തിന് വേണ്ടി ഒരുപാട് നിങ്ങൾ നീങ്ങി. അതിന്റെ കാരണം മഞ്ജുഷയെ രാഹുലോ മറ്റോ പറയുകയുണ്ടായി. ഏതാ? ചെറുവള്ളി എസ്റ്റേറ്റ്. ഏത് സർക്കാർ പ്രൈവറ്റ് ഭൂമി, അതായത് സർക്കാരിന്റെ ഭൂമി തന്നെ സർക്കാർ കാശ് കൊടുത്ത് വാങ്ങുന്ന പരിപാടി, അതാണ് ചെറുവള്ളി എസ്റ്റേറ്റ്. ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല, ആ വാദം അവിടെ നിൽക്കട്ടെ. അതല്ലല്ലോ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോ എരുമേലി വിമാനത്താവളത്തോട് വലിയ ആഭിമുഖ്യമൊക്കെ ഉണ്ടാവും സഖാക്കന്മാർക്ക്. അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രമൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായ പശ്ചാത്തല വികസനത്തിന് ആവശ്യമായ കാര്യങ്ങൾ നടത്താൻ അതിനുവേണ്ടിയുള്ള എന്ത് ശ്രമമാണ്, കൂട്ടായ ശ്രമമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്? ഒരു ഏകോപനം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് സാധാരണ അവലോകന യോഗം നടക്കുക. വളരെ മാസങ്ങൾക്ക് മുമ്പേ നടക്കും. കാരണം അടുത്ത ശബരിമല സീസൺ എന്ന് തുടങ്ങുന്നു എന്ന് നമുക്ക് ഇപ്പോഴേ അറിയാലോ. അപ്പൊ നേരത്തെ തന്നെ, കാരണം ഇവിടെ രാഹുൽ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഒരു സീസണിൽ അനിൽകുമാറെ നിങ്ങളുടെ മന്ത്രിയൊക്കെ വന്ന് പറയും ശബരിമലയ്ക്ക് വേണ്ടി ഞങ്ങൾ 458 കോടി രൂപ കൊടുത്തു, 100 കോടി 110 കോടി എന്നൊക്കെ പറഞ്ഞു. ഒരു സീസൺ കാലത്ത് സർക്കാരിന്റെ ഖജനാവിലേക്ക് ഒരു സീസൺ കാലത്ത് ഒഴുകിയെത്തുന്ന കോടികളെ കുറിച്ച് നിങ്ങൾ പറയാറുണ്ടോ? എത്ര കോടി രൂപ? അതാണ് 2006 ജി സുധാകരൻ പറഞ്ഞത്. നിങ്ങൾ 10,000 കോടി രൂപയോളം ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നു എന്ന് 2006 ജി സുധാകരൻ പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇത്തരം ഒരു വരുമാന മാർഗം കൂടിയുള്ള ഈ കാര്യത്തിൽ സർക്കാരിന്റെ സമീപനം എന്താണ്? ഈ കാര്യത്തിൽ വേണ്ടത്ര ഞാൻ ചോദിക്കട്ടെ, KSRTCയുടെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു അനിൽകുമാർ, എത്ര അപഹാസ്യമായി അദ്ദേഹത്തിനോട് പറഞ്ഞു അത്രേ. ആര്? KSRTC CIT യൂണിയൻകാർ. അല്ലാതെ ആരാ പറഞ്ഞേ? നമ്മൾ നേരിട്ട് കണ്ട കാര്യമല്ലേ, നമ്മൾ നേരിട്ട് മാധ്യമങ്ങൾ. ശരിയാണ് ശ്രീ കെ. അനിൽകുമാർ. അനിൽകുമാറിനെ പോലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ ലോകം നേരിട്ട് കണ്ടതാണ് ദൃശ്യങ്ങളിലൂടെ. ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി. കാര്യം എന്ന് പറഞ്ഞാൽ ആ ദിവസങ്ങളിൽ ദൃശ്യങ്ങൾ കണ്ടതാണ്. എത്രയോ വീഡിയോഗ്രാഫർമാർ പകർത്തിയതാണ്, ക്യാമറമാർ പകർത്തിയ ദൃശ്യങ്ങളായിരുന്നു. അതൊന്നും അനിൽകുമാർ കണ്ടില്ല എന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ പറയാം. ഒന്ന്,
ഇവിടെ ബഹുമാനപ്പെട്ട RV ബാബു പറഞ്ഞല്ലോ, സഹകരിക്കാൻ തയ്യാറാണ്. ശബർ റെയിൽവേക്ക് അനുമതി തരാത്തത് ആരുടെ കയ്യെ പിടിക്കാത്തതുകൊണ്ടാണ്? ശബർ റെയിൽവേക്ക് റെയിൽവേ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലേ? നിങ്ങളെന്താ അനുവദിക്കാത്ത? 10 കൊല്ലമായി ഈ നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദിക്ക് അയ്യപ്പനെ വേണ്ടേ? ശബരിമല കൊടുക്കൂ സാർ. പിന്നെ വിമാനത്താവളം അത് പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാ വേണ്ടാത്ത കാര്യം പറഞ്ഞു? ഞാൻ പറയട്ടെ, അല്ല നിങ്ങൾ പദ്ധതി ഉണ്ടാക്കി അറിയാം. നിങ്ങൾ കത്ത് തരൂ. കാലടി വരെ ഇതുണ്ടാക്കിയിട്ടിരിക്കുക. കാലടിയില് നിങ്ങൾക്കൊരു റെയിൽവേ സ്റ്റേഷൻ വണ്ടി വരുന്നില്ല. നിങ്ങൾക്ക് സ്ഥലം എന്റെ സമയമല്ലേ? ദയവായി കേൾക്കൂ. മഞ്ജുഷ, ഇതൊരു ചർച്ചയാണോ? താങ്കൾ പറയൂ. റെയിൽവേക്ക് വേണ്ടി സ്ഥലം എടുക്കണം, റെയിൽവേക്ക് കത്ത് തരണം. അപ്പോൾ റെയിൽവേക്ക് കത്ത് തന്നിട്ടുണ്ടോ? കേരള സർക്കാരിന് കത്ത് തന്നിട്ടുണ്ടോ? കാലടി വരെ റെയിൽവേ സ്റ്റേഷനായി ബാക്കി സ്ഥലം എടുത്തു കൊടുക്കാൻ പണം അനുവദിച്ച് കത്ത് തന്നിട്ടുണ്ടോ? വെല്ലുവിളിക്കുന്നു. ഞാൻ ഇന്ന് വെല്ലുവിളിക്കുന്നു. RV ബാബുവിനെ വെല്ലുവിളിക്കുന്നു. ഒരു കത്ത് കാണിക്കും. ഇതുവരെ സ്ഥലം എടുത്ത ഒരു കത്തുമില്ല. നരേന്ദ്രമോദിക്ക് ശബരിമലയോട് താല്പര്യമില്ല. ഇതുവരെ സ്ഥലത്തിന് സർവേ നടത്തിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് സ്ഥലം എടുത്തിട്ടില്ല. നിങ്ങൾ പദ്ധതി ഉപേക്ഷിച്ചു. നരേന്ദ്രമോദി ഇല്ലെന്ന്. ശബരിമല ഇല്ല. നരേന്ദ്രമോദി വന്നേ പിന്നെ ഇല്ല. ശബരിമല ഇല്ല. ഒന്ന് കത്ത് കാണിക്കൂ. എന്റെ സമയം ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. അതുകൊണ്ട് ദയവായി മനസ്സിലാക്കുക. ഞാൻ പറയട്ടെ, ശബരിമല റെയിൽവേ ഇല്ലാതെ കത്തുണ്ടോ? ഞാൻ പറയട്ടെ, ദയവായി കേൾക്കൂ സാർ. കത്തല്ല, കൊടുത്താലല്ലേ പറ്റുള്ളൂ. സ്ഥലം വേണമെങ്കിൽ അവസാനം മഞ്ജുഷ, ഇത് മര്യാദയല്ല. ഇല്ല, പറയൂ. അല്ല പറഞ്ഞോളൂ ബാബു, അത് കഴിഞ്ഞ് മഞ്ജുഷ, മര്യാദയല്ല. അതായത് ശബർ റെയിൽവേക്കാണെങ്കിലും ഏത് റെയിൽവേക്കാണെങ്കിലും സ്ഥലമെടുക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരാണ് അതിൻ്റെ പണം മുടക്കേണ്ടത്, സംസ്ഥാന സർക്കാരല്ല. ദേശീയപാതയ്ക്ക് വേണ്ടി കേരളം 25% പണം കൊടുക്കുന്നത് കൊണ്ടാണ് കിബിന്ന് കൊടുത്തത്. കേന്ദ്ര സർക്കാരാണ് പണം കൊടുക്കേണ്ടത്. കേന്ദ്ര സർക്കാർ ശബരി റെയിൽവേക്ക് സ്ഥലമെടുക്കാൻ പണം അനുവദിച്ചിട്ടില്ല. അതാണ് എൻ്റെ ചാർജ്. മറിച്ച് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു. 2, കാലടി റെയിൽവേ സ്റ്റേഷൻ വരെ ഉണ്ടാക്കിയിട്ട് നരേന്ദ്രമോദി ഇപ്പം ആ തീവണ്ടിപ്പാതയുടെ കൂടെ ഇല്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ശബരിമല എന്ന് പ്രസംഗിച്ചാൽ പോരാ, തീവണ്ടിപ്പാത വേണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ, എരുമേലി വിമാനത്താവളം. സഖാക്കന്മാർക്ക് ഏതാണ്ട് ഒന്നുമില്ല കേട്ടോ. എരുമേലി വിമാനത്താവളത്തിൻ്റെ ആ ചെറുവള്ളി എസ്റ്റേറ്റ് സർക്കാരിൻ്റെതാണെന്ന് പറഞ്ഞ് കേരള സർക്കാർ കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. ആ കേസിനകത്ത് സർക്കാർ എന്താ ചെയ്യുന്നത്? എരുമേലി വിമാനത്താവളത്തിന് ചെറുവള്ളി എസ്റ്റേറ്റിൽ എത്ര ഭൂമി എടുത്താലും ആ ഭൂമിയുടെ പൈസ കോടതി കെട്ടിവെക്കും. കോടതിയാണ് പണം കൊടുക്കുക. ഇന്റർമീഡിയറ്റ് സൂട്ടർ എന്ന് പറയും. നിയമത്തിലുള്ള കാര്യമാണ്. ആ കേസിനകത്ത് കേരള സർക്കാർ കൊടുത്ത കേസ് വായിച്ചു നോക്കണം. ആ കേസ് പാലാ കോടതി പെൻഡിങ്ങാണ്. അവിടെ ഞങ്ങൾ പണം കെട്ടിവെക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പണം കെട്ടിവെക്കുമ്പോഴത്തേക്കും ഉടമ സർക്കാരാണെങ്കിൽ സർക്കാരിന് തന്നെ പണം കിട്ടും. അല്ല, ഉടമ മറ്റൊരാളാണെങ്കിൽ അവർക്ക് പണം കിട്ടും. അത് കോടതി തീരുമാനിക്കട്ടെ. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ സഖാക്കൾക്കോ ബന്ധമില്ല. പക്ഷെ നിങ്ങളതിന് അനുമതിയുണ്ടോ? അതിന് അനുമതിയില്ല. മൂന്നാമത്തെ കാര്യം, വനത്തിനകത്ത് ഈ പദ്ധതിയുടെ വികസനത്തിന് ശബരിമലയ്ക്ക് മാസ്റ്റർ പ്ലാൻ ഉണ്ട്. അത് ഹൈക്കോടതി അംഗീകരിച്ച പ്ലാൻ ഉണ്ട്. ആ ഹൈക്കോടതി അംഗീകരിച്ച് ദേവസ്വം ബെഞ്ച് അംഗീകരിച്ച പ്ലാൻ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കേന്ദ്ര സർക്കാരിന്. വെല്ലുവിളിക്കുന്നു ഇല്ല എന്ന് പറയാൻ. പക്ഷെ നിങ്ങൾക്കത് തരാൻ നേരമില്ല. പിന്നെ വനം വകുപ്പ് തീരുമാനിച്ചാൽ പോരെ കേട്ടോ. രാഹുൽ ഈശ്വറിനോട് പറയുകയാണ്, അത് നടക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സ്ഥലം അനുവദിക്കാൻ അവകാശമുള്ളൂ. കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ ചർച്ചയിൽ ബഹുമാനപ്പെട്ട ഒരു ആള് ദുബൈയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ഇതാണ് അടുത്ത വിവാദം. ഞാൻ തെറ്റായി പറഞ്ഞു. ഞാനൊരു തെറ്റും പറഞ്ഞില്ല. അദ്ദേഹമാണ് പറഞ്ഞത് അവിടെ ചെള്ളയാന്ന് പറഞ്ഞത്. ചെള്ളയാണെന്ന് പറയുന്നത് സാധാരണഗതിയിൽ മഴ വരുമ്പോഴാണ്. അല്ലാതെ അദ്ദേഹം പറഞ്ഞെന്താണ്, അവിടെ ഇതുപോലെ മൂത്രമൊഴിച്ച് ചെള്ളയായി എന്ന് അദ്ദേഹം പറഞ്ഞില്ല. അത് രണ്ടാമത് പറഞ്ഞാണ്. സത്യത്തിൽ എരുമേലിയിൽ എന്താണ് സ്ഥിതി എന്നറിയാമോ? നിങ്ങൾ പറയണ പോലെ ഈ പറയുന്ന ബാത്റൂം സൗകര്യത്തിൻ്റെ കുറവില്ല. എരുമേലി പോയി നോക്കുക. എരുമേലിൽ എത്ര കൊല്ലമായിട്ട് ഞാൻ പോകുന്നു. ഇപ്പോഴും പോകാൻ കഴിയും. നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുക. ഒരു മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തോ ഈ പറഞ്ഞ കള്ളം? അവിടെ മൂത്രം ഒഴിച്ചിട്ട് ഇന്ന പോലെ കിടക്കുന്നു, ചെള്ളയായി കിടക്കുന്നു, ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്തോ? എന്താ ഈ മാധ്യമപ്രവർത്തകരെല്ലാം? അപ്പോൾ ഒരു ചാനൽ ചർച്ചയെ വന്നിട്ട് ഒരാൾ ദുബൈയിൽ നിന്ന് അവതരിച്ചിട്ട് അദ്ദേഹം ചർച്ചയിൽ വന്ന് കളവ് പറഞ്ഞപ്പോൾ തൊണ്ടി സഹിതം പിടിച്ചു.
ശരി, അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞാണ് ശ്രീ മഴ പെയ്തു പോയതാണ്. അനിൽകുമാർ. എന്റെ അനുഭവം ഞാൻ പറയാം. എന്റെ അനുഭവം ഞാൻ പറയാം. ഈ കോട്ടയം ജില്ലയിൽ മടങ്ങിയ എന്റെ അനുഭവം ഞാൻ പറയാം. സമ്മതിക്കും. എന്റെ അനുഭവം ഞാൻ പറയാം. ഒരാൾക്ക് വിളിച്ച് കള്ളം വിളിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതെനിക്കറിയില്ലല്ലോ. ശരി, എനിക്കറിയില്ല. ശരി ശരി ഞാൻ പറയട്ടെ, ഈ ചർച്ച തുടങ്ങുമ്പോ ദുബായിൽ നിങ്ങൊരു മാന്യനുണ്ട്, അദ്ദേഹത്തോടെ പറഞ്ഞപ്പോൾ തന്നെ പറയട്ടെ, നല്ല ഉദ്ദേശത്തോടു കൂടി കാണാം ശ്രീ കെ അനിൽകുമാർ. അങ്ങനെ ഒരാളോട് പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ അനുഭവമായിട്ട് ഒരു പ്രവാസിയാണല്ലോ, അദ്ദേഹത്തിന്റെ അനുഭവത്തെ ആ രീതിയിൽ സ്വീകരിക്കും. ശരി, ആ തർക്കം വിടാം. ശ്രീ രാഹുൽ രാഹുൽ ഒരൊറ്റ കാര്യം മാത്രം സാർ, നമ്മളെല്ലാം ഇനി 40-50 വർഷത്തിനകം നമ്മൾ മരിച്ചു പോകും. നമ്മൾ മരിച്ചു പോയാലും 500-1000 വർഷം ഇനിയും ശബരിമല അടക്കം നിലനിൽക്കണം. അപ്പൊ നമ്മുടെ കാലത്ത് നമ്മളാൽ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇതല്ലേ എല്ലാ ഗവൺമെന്റിനും അല്ലെങ്കിൽ എല്ലാ പൊതുപ്രവർത്തകർക്കും എല്ലാ രാഷ്ട്രീയ അല്ലെങ്കിൽ ഭക്തി പ്രസ്ഥാനങ്ങൾക്കും ഒക്കെ പറ്റുള്ളൂ. മോദിയോട് പറയൂ. ശ്രീ മോദി ആണെങ്കിലും ശ്രീ പിണറായി വിജയൻ ആണെങ്കിലും ഇനി ആരാ ശ്രീ രാഹുൽ ഗാന്ധി മോദിയോട് പറയൂ. മോദി ആണെങ്കിലും പിണറായി വിജയൻ അങ്ങ് ഓവർ ടച്ച് ആവണ്ട. ഇതില് രാഷ്ട്രീയമായ അങ്ങോട്ടും ഇങ്ങോട്ടും വടവല്ലുകൾ കാണും, പക്ഷെ ഇതിൽ അമിതമായി ടച്ച് ആകണ്ട. പകരം കുറെ കൂടി നമ്മുടെ ജനങ്ങളെ കേൾക്കുന്ന, അവരാരും അങ്ങേ ആക്രമിക്കാനല്ല, അല്ലെങ്കിൽ ശ്രീ സഖാവ് പിണറായി വിജയനെ ആക്രമിക്കാനല്ല, പകരം അവരുടെ വിഷമങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. ആ വിഷമത്തെ ഒരു നേതാവിനെ പോലെ, അല്ലെങ്കിൽ നാളെ അങ്ങൊക്കെ ഭരിക്കേണ്ടി വരുന്ന ആൾക്കാരാണ്, ആ ഭരിക്കേണ്ട ആൾക്കാരെ പോലെ കേൾക്കുകയാണ് സാധാരണ ഒരു ഭക്തൻ ഇഷ്ടപ്പെടുക. ശ്രീ ആർ വി ബാബു ചേട്ടന് നമ്മുടെ അതിനെക്കുറിച്ച് ഒരു മറുപടി പറയാനുണ്ടാവും. ആർ വി ബാബു ചേട്ടൻ പറയാം. ശരി ശരി, ശ്രീ ആർ വി ബാബു പറഞ്ഞോളൂ. ഞാനേ 2024 ജനുവരി 30 മാതൃഭൂമി ന്യൂസ് പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് ഓൺലൈൻ വാർത്ത ഞാൻ പറയാം. റെയിൽവേ റിട്രാക്ട്സ് ₹100 crore സെറ്റ് അസൈഡ് ഫോർ ശബരി റെയിൽ പ്രൊജക്ട്. അതായത് 100 കോടി രൂപ ബഡ്ജറ്റിൽ അനുവദിച്ചത് ഞാനൊന്ന് പറയട്ടെ കേട്ടോ, ഇടയ്ക്ക് സംസാരിക്കരുത്. പിൻവലിച്ചു. എന്താ കാര്യം പിൻവലിക്കാൻ? ഞാൻ ആ വാർത്ത ഒന്ന് വായിക്കാം. ദ റെയിൽവേ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു വിഡ്രോ ദ അലോക്കേറ്റഡ് ₹100 crores earmarked in the union budget 2023-24 for the Angamali Sabari rail project. Citing the Southern Railways postponement of the project 4 years ago, the railway board stated that it is unlikely the funds could be utilized for the project, leading to their withdrawal. Last month, the Southern Railways sought a concern letter from the state requesting them to contribute 50% of the revised estimate for the project. However, the state government failed to reply the letter. കേട്ടോ അനിൽകുമാർ, താങ്കൾ എന്താ പറഞ്ഞത്? ഉത്തരം പറയാം. 100 കോടി രൂപ വിലയിരുത്തി, വിലയിരുത്തിയത് അതിന്റെ എസ്റ്റിമേഷൻ നിങ്ങൾ വഹിക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്. അതിനുത്തരം ഓക്കെ, കൃത്യമായിട്ട് ഉത്തരം പറയാം. ചോദ്യം ഇതാണ്: ഇന്ത്യ രാജ്യത്ത് എവിടെങ്കിലും തീവണ്ടിപ്പാതയ്ക്ക് സംസ്ഥാന സർക്കാർ പണം വേണമെന്ന് പറയുമോ? ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും പദ്ധതിക്ക്, റെയിൽവേ പാതയ്ക്ക് സംസ്ഥാന സർക്കാർ പണം കൊടുക്കണം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ശബരിമലയ്ക്ക് വരും മാത്രം ചിറ്റമ്മ നയം, ശബരിമലയ്ക്ക് വരും മാത്രം നിങ്ങൾക്ക് ചിറ്റമ്മ നയം. എന്തിനാ സംസ്ഥാന സർക്കാർ പറയാം? നിങ്ങൾ റെയിൽവേ കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ശബരിമലയോട് സംസ്ഥാന സർക്കാരിനോട് പണം ആവശ്യപ്പെടുന്ന നില എന്തുകൊണ്ട്? മറുപടി നരേന്ദ്രമോദിക്ക് നരേന്ദ്രമോദി According to Kerala Rail Development Corporation Limited, the revised cost of implementing the project has risen to ₹3,810.69 crore. Meanwhile, the state had earlier agreed to share the project cost and had set aside ₹2,000 crores through Kerala Infrastructure Investment Fund Board. 3810 കോടി രൂപയിൽ 2000 കോടി രൂപ കിഫ്ബി വഴി കൊടുക്കാമെന്ന് കേരള സർക്കാർ സമ്മതിച്ചിരുന്നു. അനിൽകുമാറെ, ഞാൻ വായിച്ചത് ഇതാണ് സത്യം, ഇതാണ് വസ്തുത. ബാക്കി കൊണ്ട് പറയാം. അല്ലല്ല, ബാക്കി പറയാം. കാരണം പറയൂ, ദയവായി കേൾക്കൂ. ശബരിമലയ്ക്ക് വേണ്ടി
ശബരിമലയ്ക്ക് വേണ്ടി തീവണ്ടിപ്പാത വേണമെങ്കിൽ കേരളം പകുതി കാശ് കൊടുക്കണമെന്ന് മോദി പറഞ്ഞു. കേരളത്തിന് മാത്രമേ ഉള്ളൂ മോദിക്ക് ഈ ചിറ്റമ്മ നയം. ശബരിമലയ്ക്ക് മാത്രമേ ഈ ചിറ്റമ്മ നയമുള്ളൂ. ഇന്ത്യയിൽ എവിടെയെങ്കിലും തീവണ്ടിപ്പാതയ്ക്ക് പണം കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് മോദി ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. കേരളത്തോട് മാത്രം ആവശ്യപ്പെട്ടു. പിണറായി വിജയൻ പറഞ്ഞു കിബിന്ന് 2000 കോടി കൊടുക്കാം. ഞങ്ങൾ ആ വാഗ്ദാനത്തിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾ ഇതുവരെ പണം അനുഭവിച്ചിട്ടില്ല. ഞങ്ങൾ 2000 കോടി കൊടുക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ 100 കോടി അലോട്ട് ശരി ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. തർക്കം തുടർന്നാൽ അത് തുടർന്നുകൊണ്ടേയിരിക്കും. എന്തായാലും ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. പ്രൈം ഡിബേറ്റിൽ പങ്കെടുത്ത ശ്രീ കെ അനിൽകുമാർ, ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ RV ബാബു. ഇന്നത്തെ പ്രൈം ഡിബേറ്റിലെ ചോദ്യം ഇതായിരുന്നു: മന്ത്രി കെ രാധാകൃഷ്ണൻ അയ്യപ്പ ഭക്തരെ അവഹേളിച്ചു എന്ന് 82% പ്രേക്ഷകർ, ഇല്ല എന്ന് 15%, നിഷ്പക്ഷം 3%. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. ई परिपाटी किसी को नाम भी पता नहीं होगा,